പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയാണ്, കാലത്ത് 8:45 സമയം. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത ആദ്യം സരിത അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. നമ്മുടെ കമൻസിൽ നിന്നും, അതായത് ധനീഷിൻ്റെ ഫിൽറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിൽ കമൻസ് ഇടുന്നതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് നമ്മളൊരു ഫിൽറ്റർ, നമ്മളല്ല ധനീഷ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ നറുക്കെടുത്തപ്പോൾ കിട്ടിയത് ആരാന്നറിയോ? കൊച്ചുറാണി. സൂപ്പർ ധനീഷിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാം നല്ല സൂപ്പർ ഫിൽറ്ററുകൾ. അങ്ങനെ എഴുതിയേക്കണ ഒരു കമൻറ്റാണ് നമുക്ക് കമൻറ്റ് പിക്കറിൽ എടുത്തപ്പോൾ കിട്ടിയത്. അപ്പോൾ കൊച്ചുറാണി എന്ന് പറയുന്ന ആളുടെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ചേച്ചിയുടെ സ്ഥലം എവിടെയാ? ചേച്ചിയായിരിക്കും വിചാരിക്കണം. അപ്പോൾ ആ ചേച്ചി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഇവിടെ നമ്പർ തരുന്നുണ്ട്, അതിലൊരു മെസ്സേജ് അയച്ചാലോ വാട്സപ്പിൽ ചേച്ചിയുടെ സ്ഥലം എവിടെയാ, അഡ്രസ് കാര്യങ്ങളൊക്കെ ലൊക്കേഷനൊക്കെ അയച്ചു തരാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, അതിൽ കോൾ ചെയ്താൽ കിട്ടില്ല ആ ഫോണിൽ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ഇടാം. അതന്നെ, കൊച്ചുറാണി. ഇനി നമുക്ക് കമൻറ്റ് വായനയിലേക്ക് കിടക്കാം. ഗീജാബായ്. അച്ഛാ, എന്തു പറയാൻ, വെളിച്ചത്തിൻ്റെ പെയിൻ കലയിൽ ഇസ്പാത്തിന് ജീവൻ പകർന്നൊരച്ഛൻ, നിലാവൊളി ചിതറിയ വെൽഡിംഗ് ശാലയിൽ മനസ്സിൽ ചിന്തിച്ചത് കൈകളിൽ വിരിയിക്കുന്ന കലയും കഠിനതയും, വെൽഡിംഗ് ശാലയിൽ സ്വപ്നങ്ങൾ കൂടെ ചൂടിൽ നിന്ന് തീർത്തു ജീവിതം. എൻ്റെ അച്ഛനെ കുറിച്ചിട്ട് കവിത എഴുതിയിരിക്കുകയാണ്. അയ്യോ, ഇതിൽ പറയാൻ എന്ത് വേണം? ഓരോരുത്തർക്ക് കവിത വരുന്നു നമ്മുടെ വീഡിയോ കാണുമ്പോൾ അല്ലേ. സാഹിത്യം കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എല്ലാവർക്കും. ഗിരിപ്രസാദിനെ ഇടയ്ക്ക് ഒരു കാലത്ത് കണ്ടോണമെന്നില്ല, ഇപ്പോൾ ആൾ വീണ്ടും സജീവമായിട്ടുണ്ട്. അജു എപ്പോഴും സരിതയുടെ അച്ഛൻ്റെ തല എന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോൾ അഭിനന്ദിച്ച് പറയുന്നതാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛൻ്റെ തല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയോട് എനിക്ക് ദേഷ്യം തോന്നുമ്പോൾ ആണ്. അന്ന് കൂട്ടയടിയായിരിക്കും. എൻ്റെ ഭാര്യ എന്തു സഹിക്കും, പക്ഷെ നിൻ്റെ അച്ഛൻ്റെ തല എന്ന് പറഞ്ഞാൽ തീർന്നു. ഒരു തല രണ്ടർത്ഥം, മലയാള ഭാഷയുടെ വിളയാട്ടം. ചിലപ്പോൾ സരിതയുടെ അച്ഛൻ്റെ പൂർവ്വജന്മം ഐസക് ന്യൂട്ടനാണ് എന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ല, അപ്പം ഇനി വിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, നിന്റെ അച്ഛൻ്റെ തല. എന്തുട്ടാ തല! ഇത്രയും വലിയ തലയുള്ള അച്ഛൻ്റെ മകളെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം. അങ്ങനെയൊക്കെ കൂടെ റിതം ഓഫ് നേച്ചർ. അച്ഛൻ്റെ തലയ്ക്ക് പിന്നിൽ അമ്മയുടെ തലയും ഉണ്ടല്ലേ. സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് സേഫ്റ്റി ഉറപ്പുവരുത്തണം. ആളുകളും കയറുന്നതല്ലേ. ആളുകൾ അതിലങ്ങനെ കയറാറില്ല. അത് ഉണ്ടാക്കിയ ആ സമയത്ത് നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗതുകത്തിന്റെ പേരിൽ കയറലിറങ്ങൽ ചെയ്തോടുന്നു. പരമാവധി സാധനങ്ങൾ മാത്രമാണ് അതിൽ കയറ്റാറുള്ളൂ. ആൾക്കാർ കയറാറില്ല. അപ്പം അച്ഛൻ്റെ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അച്ഛൻ്റെ തലയിൽ ഇപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, ആ റോപ്പ് ഉണ്ടല്ലോ. ആ റോപ്പ് എങ്ങാനും എവിടെയെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് നിൽക്കണം. എവിടെ വെച്ചിട്ടാണോ അത് പൊട്ടിയെ അവിടെ ആ ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കണം, വീഴാൻ പാടില്ല. അതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? അപ്പം അത് കുറേ സ്ഥലങ്ങളിൽ അച്ഛൻ ലിഫ്റ്റ് ചെയ്യണവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല, അത് പൊട്ടില്ല പരമാവധി. ആ റോപ്പ് അതുപോലത്തെ റോപ്പാണ്, പൊട്ടില്ല. അതിൻ്റെ ഓരോ ഇഴകൾ പോലെയാണല്ലോ, ആ ഇഴകൾ ഓരോന്നായിട്ട് പൊട്ടി ഒരിഴമല അതിൽ അത് നിൽക്കുന്നു കുറച്ചും കൂടി സമയം. അപ്പം അപ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും അത് കാണും. ആ പൊട്ടിയ ഭാഗം നമ്മളെങ്ങനെയും നമ്മളുടെ കണ്ണിൽ പെടും. അപ്പം നമുക്കതിനെ ശരിയാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവർ പറയണേ. പക്ഷെ അച്ഛനിപ്പം അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അതൊരു മഹത്തായ കണ്ടുപിടുത്തമായിരിക്കും അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അതാണ് ഇപ്പം അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരിക്കണത് മുഴുവൻ. അപ്പോൾ ഈ സാധനങ്ങളും കയറ്റിലിറക്കൽ മാത്രമല്ലോ ഇപ്പോൾ ആളുകൾ കയറുന്നില്ല. അന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കയറ്റിയത് മാത്രം. ഇനി അടുത്തത് അംബിക മേനോൻ. Sarida's father is a Sambhavam. He is very smart and knowledgeable. Please ask him to start selling the നൂൽപുട്ട് holder. He will have lots of business on that item. അത് അച്ഛൻ പറഞ്ഞില്ലേ, അതിൻ്റെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സാധനം അത് ഫേസ്ബുക്കിലാണ് അച്ഛൻ ഇട്ടേ. അത് കണ്ടിട്ട് തന്നെ കുറേ എൻക്വയറീസ് വന്നിരുന്നത് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അച്ഛന് അതിന് ഒരു വട്ടം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോടുള്ള ഇത് പോയി. അതിനൊരു ബിസിനസ്സാക്കി കൊണ്ട് നടക്കാനൊന്നും അച്ഛന് താല്പര്യമില്ല. അത് പിന്നെ ഇത്തിരി കൂടി ഭംഗിയിൽ, ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയിലുള്ളതാക്കേണ്ടത്. ഇപ്പോൾ വെറുതെ ഒരു
റാഡ് വെച്ചിട്ട് ഇങ്ങോട്ട് ഇതാക്കി ആക്കിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലത് ആവശ്യത്തിന്. ബാബു കൃഷ്ണൻ, സരിതയുടെ അച്ഛൻ എൻ്റെ വലിയ അഭിനന്ദനം. സരിത അജു, എൻ്റെ ഒരു സംശയമാണ്. ഈ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം കണ്ടാൽ സേഫ്റ്റി കൺട്രോൾ ഓഫീസർ അപ്പം വരും ലിഫ്റ്റിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ. വേണമെങ്കിൽ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ അവർ ആവശ്യപ്പെടും. സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രം ഉപയോഗിക്കാം. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉണ്ടാകുന്ന നൂലാമാലകളാണ്. ശരിയായിരിക്കും, പക്ഷെ സാധനങ്ങൾ കയറ്റാൻ ഇറക്കാനും മാത്രം ഇപ്പോൾ ഉപയോഗിക്കണുള്ളൂ. പിന്നെ റിയാസ്, സരിത, ഞങ്ങളുടെ വീട് പണിത സമയത്ത് എനിക്കിരിക്കാൻ ഒരു സാധനം കൊണ്ടുവന്നു. ഉടനെ അമ്മ, നിനക്കല്ല അയ്യടാ, നിനക്കാണെന്ന് വിചാരിച്ചോ, അത് ജഗ്ഗുമോനാ, അല്ലെങ്കിൽ തന്നെ പോത്തുപോലെ വളർന്ന് നീ എന്തിനെ ഇരുന്ന് തിരിയുന്നേ. ആകെ ചമ്മിപ്പോയ സരിത. എനിക്കല്ലായിരുന്നോ? ഞാൻ എനിക്കാണെന്ന് കരുതി. ഫുൾ ടൈം അതിലിരുന്ന് കറക്കമായിരുന്നു. ജഗ്ഗുവിനെ ഞാൻ കയറ്റാറേ ഇല്ലായിരുന്നു. അച്ഛൻ്റെ തല ഒരു 1.5 തലയാണ്. ഐഡിയകളുടെ ഒരു കലവറ തന്നെയാണത്. അതിൻ്റെ നേരെ വിപരീതമാണ് മരുമോൻ്റെ തല. ഒരു ഐഡിയയും ഉദിക്കാത്തൊരു പേട്ട് തല. ഇതാണ് നമ്മളന്ന് വീഡിയോയിൽ പറഞ്ഞില്ലേ. അങ്ങനെ പേട്ട് തലയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ ഈ പേട്ടത്തല വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോടീശ്വരനില്ലേ, അതായത് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് ഒരു സീസണിൽ 100 പേരെയാണ്ടാണ് എടുക്കുക. ലക്ഷക്കണക്കിന് അപേക്ഷകളിൽ 3.5 കോടി ജനങ്ങളിൽ നിന്ന് വെറും 100 പേര് എടുത്തതിൽ ഒരാൾ ഞാനാണ്. ആലോചിക്കണം. അപ്പൊ തനി പേട്ട് തലയല്ല, മനസ്സിലായില്ലേ? എത്രയോ പേര് ആഗ്രഹിച്ച് കിട്ടാത്ത ഒരു പോത്തിനെ ഈ പേട്ടുതലയും വെച്ച് ഞാൻ അവിടെ വരെ എത്തി. അതും ആ ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ കിട്ടണമെങ്കിൽ അത്രയും ഭാഗ്യമായിരിക്കണം. അതായത് ഒരു മേഖല അതിൽ ചേട്ടൻ ഭയങ്കര കഴിവാ. ആ കഴിവൊക്കെ വെച്ചിട്ട് ചേട്ടന് PSC ഒക്കെ എഴുതിയിട്ട് എത്ര നല്ല ജോലി വാങ്ങിക്കായിരുന്നു അറിയോ? ഗവൺമെൻറ് ജോലി അല്ല, കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടിയത് കളഞ്ഞതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെയായിരിക്കും വിധി. എന്താ പറയുക, നമുക്കിങ്ങനെ ഓരോ അറിവ് നേടാനായിട്ടുള്ള ആഗ്രഹം, ഓരോ പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുക്കും മൂലം അരിച്ച് പറക്കി വായിക്കുക. ആ വായിക്കാനായിട്ട് നമുക്കൊരു താല്പര്യം വേണമല്ലോ, അല്ലാണ്ട് ഒന്നും വായിക്കാൻ നമുക്ക് തോന്നില്ല. അത്രയും ഭയങ്കര താല്പര്യമുണ്ട് അതൊക്കെ വായിക്കാൻ. അത് വായിക്കുക മാത്രമല്ല, ആ വായിച്ച കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ല ഇതിൽ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യുക എന്ന് പറയണത് ഭയങ്കര ഒരു ഈശ്വരാനുഗ്രഹമാണ്. അത് ചേട്ടന് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. എനിക്കത് ഇല്ല, എനിക്ക് ഓർമ്മയിൽ നിൽക്കും, പക്ഷേ കൊല്ലങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നമ്പറുകളൊന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല. ഇപ്പോൾ ഒരു വണ്ടി കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ചേട്ടൻ ആ വണ്ടിയുടെ നമ്പറൊക്കെ ഓർമ്മയുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ആ വണ്ടി വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴേ കണ്ട നമ്മളെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട വണ്ടി അത് എന്ന് പറയും. എത്ര വണ്ടികൾ റോട്ടിൽ കൂടെ പോണേ. അപ്പം ഞാൻ പറയും ഇതെങ്ങനെ അറിയണത്, ഈ നമ്പർ കണ്ട, ആ നമ്പർ പ്ലേറ്റിൽ നമ്പർ കണ്ടാന്നിട്ട് പറയും. അത്രയ്ക്ക് നമ്പറുകളൊക്കെ എന്തൊരു ഓർമ്മയാന്ന്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷിൽ വലിയ താല്പര്യമില്ല കേട്ടോ. താല്പര്യമില്ല എന്നല്ല, ഇംഗ്ലീഷ് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതിന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലത്തെ ഓരോ വാക്കുകൾ പറയുമ്പോഴൊക്കെ എൻ്റെ തെറ്റിപ്പോവും. അതൊരു ഇംഗ്ലീഷുകാരൻ്റെ കൂടെ ഒരാഴ്ച താമസിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കും, അയാളെ ചേട്ടൻ മലയാളം പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അത് ഉറപ്പാ. അതായത് ആൾക്ക് മലയാളം അറിയില്ല ശരിക്കും. അങ്ങനത്തെ ഒരാളുടെ കൂടെ ചേട്ടൻ ഒരാഴ്ച വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ ചേട്ടൻ നല്ല ഫ്ലുവൻ്റ് ആവും. മടിയില്ല, ചമ്മലൊന്നുമില്ല, സംസാരിച്ച തെറ്റൊന്നും. അപ്പോൾ അടിപൊളിയായിട്ട് സംസാരിക്കും. അങ്ങനെ ജനറൽ നോളേജിൽ ഭയങ്കര ഇപ്പോഴൊന്നും അങ്ങനെ അധികം സമയം കിട്ടാറില്ല. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പത്രമൊക്കെ എല്ലാ ദിവസവും വായിക്കും, വാർത്താ ചാനലുകളൊക്കെ ഇരുന്ന് കാണുന്ന കാരണമുണ്ട്. അപ്പോൾ അതെ, അതാണ് റിയാസിനോട് പറയാനുള്ളത്, പേട്ടുതല എന്നല്ലാന്ന്. പിന്നെ അത് ചേട്ടന് താല്പര്യമില്ലാത്ത അറിയാത്ത വിഷയങ്ങൾ എന്താണോ അതൊക്കെ എനിക്കറിയാം. ഇപ്പോൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ പറയണതൊന്നും ചേട്ടന് ഒട്ടും അറിയാത്ത മേഖലകളാണ്. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ജനറൽ നോളേജ് ഞാനത് കുറച്ചൊക്കെ അറിയാം. മുന്നൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണ ആ സമയത്തൊക്കെ നമ്മൾ വായിക്കും. അപ്പോഴും ആയാലും ഈ കൊല്ലങ്ങൾ ഓർമ്മയിൽ വെക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഓരോന്നുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മറക്കാത്ത കൊല്ലം, ഇപ്പം ഞാൻ ജനിച്ച കൊല്ലം ഞാൻ മറക്കില്ല, സ്വാതന്ത്ര്യം കിട്ടിയ കൊല്ലം മറക്കില്ല. അപ്പം അങ്ങനെയുള്ള ചില കൊല്ലങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും മറക്കില്ല. അപ്പം അതുമായി കണക്ട് ചെയ്തിട്ടൊക്കെ ഞാൻ ഓരോ കൊല്ലങ്ങൾ ഓർത്ത് വയ്ക്കുക, അല്ലാണ്ട് നമ്പറുകൾ ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ല. അനുഷ, ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണല്ലോ. സ്കിൽ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും കാണുമ്പോൾ പഠിക്കാൻ തോന്നുന്നു. ഇതുവരെ കമൻ്റ് ഇടാത്ത കുറേ പേര് ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഇതിൽ ഇതുവരെ കമൻ്റ് ഇട്ടിട്ടില്ല, പക്ഷേ ഇത് കണ്ടിട്ട് ഇടാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് കുറേ പേര്. അച്ഛനോട് ഞാൻ ചോദിച്ചു, കമൻ്റൊക്കെ വായിച്ചാ? അച്ഛൻ കുറേ വായിച്ചിട്ട് ഞാൻ നിർത്തി. ഇങ്ങനെ അഭിനന്ദന പ്രവാഹങ്ങളല്ലോ. വായിച്ചു കേട്ട് കുറച്ചൊക്കെ വായിച്ച് നിർത്തി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങാനും അഹങ്കാരം തലക്കടിച്ചാലും ചെയ്തിട്ടാ വല്ലതാവും.
ഫസീല ഷുക്കൂർ, അച്ഛനൊരു സകല കലാവല്ലഭൻ തന്നെ. എൻ്റെ മെസ്സേജ് ഇന്നെങ്കിലും ഒന്ന് വായിക്കുമോ? വായിച്ചു. ഹേമമാലിനി ചേച്ചി ഇട്ട കമൻറ്റ് എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഹേമമാലിനി ചേച്ചി എല്ലാത്തിലും കുറേ ലവ് ചിഹ്നം മാത്രം ഇടാറുള്ളൂ. ഇതിൽ ആൾ എഴുതിക്കണ് എൻ്റെ അച്ഛൻ്റെ പേരും കേശവൻ എന്നാണെന്ന്. അതെനിക്ക് എന്താ തോന്നിയെന്നറിയോ? എൻ്റെ അച്ഛൻ്റെ പേര് കേശവൻ എന്നാണല്ലോ. അച്ഛൻ എനിക്കിടാൻ വെച്ച പേരാണ് ഹേമമാലിനി. അപ്പോൾ ഹേമമാലിനി എന്ന് പറഞ്ഞൊരു ചേച്ചി കമൻറ്റ് ഇട്ടേക്കാണ് ആ ചേച്ചിയുടെ അച്ഛൻ്റെ പേര് കേശവൻ ആണെന്ന്. അപ്പം എനിക്ക് ആ പേരിടാൻ നേരത്താണ് ഈ സരിത എന്നുള്ള പേരിട്ടത്. അച്ഛൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ വെല്ലിച്ചന് 3 പെൺമക്കളാണ്. ദീപ, ദീപ്തി, ദിവ്യ. അതിൻ്റെ ദിവ്യ ചേച്ചി എന്നേക്കാളൊരു 2-3 വയസ്സ്. ആ ചേച്ചി സംസാരിച്ചൊക്കെ തുടങ്ങി അങ്ങനെ നടക്കണ പ്രായം. അപ്പം ആ ദിവ്യ ചേച്ചി അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, പാപ്പ ഉണ്ണിക്ക് സരിത എന്ന് പേരിടാൻ പറഞ്ഞു. അങ്ങനെ പേരിട്ടപ്പോഴാണ്, അങ്ങനെ പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഹേമമാലിനി എന്നുള്ളത് മാറ്റി ഒറ്റയടിക്ക് സരിത. അപ്പം അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല ആ പേരിടാൻ. കാരണം അമ്മയുടെ ചേച്ചിയുടെ മോള്, എൻ്റെ വല്യമ്മയുടെ മകളുടെ പേര് സരിത എന്നാണ്. എന്നെക്കാളൊരു 2-3 വയസ്സ് വ്യത്യാസം ആ ചേച്ചിക്കുള്ളൂ. അപ്പോൾ അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മോളുടെ പേര് തന്നെ നമ്മുടെ മോൾക്ക് ഇടുമ്പോൾ ഒരു സുഖമില്ല കുടുംബത്തിൽ തന്നെ. അത് കാരണം അമ്മ പറഞ്ഞു, അയ്യോ സരിത എന്നുള്ള പേര് വേണ്ട, അത് എൻ്റെ ചേച്ചിയുടെ മോളുടെ പേരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊന്നുകൂടി ദേഷ്യം. അതിനിപ്പോൾ എന്താ നിൻ്റെ ചേച്ചിയുടെ മോളുടെ പേര് അതാ വെച്ചിട്ട് എൻ്റെ മോൾക്ക് എനിക്ക് ഈ പേര് ഇട്ടുകൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്നാ ഇതന്നെയാണല്ലോ. അച്ഛൻ പിന്നെ അങ്ങനെയാണ്, നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പോലെ ചെയ്യണ്ടെന്ന് പറയണതേ ചെയ്യൂ. അങ്ങനെയാണ്. അത് പറഞ്ഞപ്പോൾ അച്ഛന് വാശി കൂടി, അങ്ങനെ ആ പേരന്നെ. വാശിപ്പുറത്തിട്ട പേരാണ് ചരിത അല്ലേ? അല്ലെങ്കിൽ എൻ്റെ പേര് ഹേമമാലിനി. ഏതാ നല്ല പേര്? ഹേമമാലിനിയാ സരിതയാ നല്ലത്? ഹേമാലിനി പറയുമ്പോൾ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആ ഹേമാന്ന് വിളിച്ചാൽ മതിയല്ലോ. മാലിനി അല്ലെങ്കിൽ മാലു അങ്ങനെയൊക്കെ വിളിച്ചൂടെ? സരു എന്ന് വിളിച്ചൂടെ? ആ പക്ഷെ വിളിച്ചിട്ടില്ലല്ലോ, ഇന്നേവരെ വിളിച്ചില്ല ചേട്ടാ സരു തന്നെ. എത്രയോ പേര് അവസരം തരൂ. ദൈവമേ, അവസരം തരാനാ? അയ്യടാ ചിരി നോക്ക്. അവസര എന്തുട്ടിന് അവസരം? എന്തുട്ടാ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ? 21 കൊല്ലം കിട്ടി, 22 കൊല്ലം വരാൻ പോണേ. ഈ 22 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു സമയം കിട്ടിയിട്ടില്ലേ സരു എന്ന് വിളിക്കാൻ? സരു എന്ന് വിളിക്കേണ്ട ആവശ്യം വരില്ല, സരിതാന്ന് വിളിച്ചൂടെ? കണ്ട അത് മതി. നീ ഇപ്പൊ എൻ്റെ പേര് നോക്കിയേ, അജു എന്ന് പറഞ്ഞ പേര്. അമ്മ ആ പേരിടുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അജു എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ്, വളരെ അപൂർവമാണ്. അമ്മയ്ക്ക് പോലും അറിയില്ല. 55 അജിത് കുമാർ എന്നാണ് ജാതകത്തിൽ പേര്. അപ്പൊ പേരിട്ടത് അജിത് കുമാർ എന്നായിരിക്കും. അത് വലിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വലിയേട്ടൻ്റെ ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരങ്ങോട്ട് അജിത് കുമാർ. അപ്പൊ വലിയേട്ടൻ ആ പേര് ഇഷ്ടമായിട്ടേ, അപ്പൊ ചേട്ടന് പേരിടുന്ന സമയത്ത് ആ പേരിടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കണേ. പക്ഷെ ഈ അജിത് കുമാർ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അജു കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി ഇപ്പൊ അജു എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അതാണ് പേരായത്. പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നല്ലല്ലോ, ജാതകം ജാതകം പടി എത്തിലത്തെ ആ സമയം നോക്കിയിട്ടൊക്കെ പോവുക. പക്ഷേ സ്കൂളിൽ ചേരുന്ന ദിവസമാണ് പേര് ആക്കുക. അന്ന് അജു എന്ന് പേരിട്ടു. അജു എന്ന് 55 വയസ്സുള്ള ആളുകളിൽ അജു എന്നുള്ള പേര് കേരളത്തിൽ അപൂർവമായിരിക്കും. അതിന് താഴെ അല്ല, അതിന് താഴെ ഉണ്ട്. അവരൊക്കെ വളരെ എന്നെക്കാളൊക്കെ വളരെ താഴെയല്ലേ. അതിന് ശേഷം കുറെ അജുകളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ അജുകളുണ്ട്. പിന്നെ എൻ്റെ അമ്മായിയുടെ മോളെ പേര് അജു എന്നാണ്. അവൾ എന്നെക്കാളും താഴെയാണ്. നമ്മുടെ ഇവിടത്തെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ പേര് അജു. അന്ന് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അജു എന്ന് പേരിടും. പക്ഷെ സരിതാന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പേരിടില്ല. അതാണ് വ്യത്യാസം നമ്മൾ തമ്മിലുള്ളത്. ഒരു പേരിനെ ചൊല്ലി എന്നിട്ട് എന്റെ ഹേമമാലിനി ചേച്ചി, ഹേമമാലിനി ചേച്ചിയെ ഓർമ്മയില്ലേ? എനിക്ക് ഹേമമാലിനി വിളിക്കാം. ചേട്ടന്റെ പ്രായമില്ല, എന്നെക്കാളും താഴെ ഒരു വിവാദത്തിന് തീ കൊടുത്തി. ബിന്ദു സോമൻ, സരിത അച്ഛൻ ഒരു എഞ്ചിനീയർ തന്നെ. അച്ഛനെ വലിയ കമ്പനിക്കാർ ഏറ്റെടുക്കും കേട്ടോ. എനിക്കും ഇടിയപ്പത്തിന്റെ മെഷീനും തേങ്ങ ചുരണ്ടുന്ന മെഷീനും ഉണ്ടാക്കി തരുമോ? ബിന്ദു സോമൻ പറവൂർ. അത് അച്ഛൻ ഉണ്ടാക്കി കൊടുക്കണമൊന്നുമില്ല. പിന്നെ അച്ഛന് 73 വയസ്സായേ. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ഒക്കെ തന്നെ അച്ഛൻ നിർത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പണി സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നവരും വേറെ എവിടെയും ചെയ്ത് കിട്ടാത്ത വർക്കുകളായതുകൊണ്ട് അവരൊക്കെ അയ്യോ കേശവേട്ടാ പണി നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോവാണത്. പിന്നെ മാത്രമല്ല പണിയൊക്കെ നിർത്തിയിരുന്നു കഴിഞ്ഞാൽ വയ്യാണ്ടാവും. കയ്യിന് ബലം കൂടുതൽ കൊടുക്കേണ്ട പണികളല്ലേ. അപ്പോൾ പ്രായം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതാണ് ഞാൻ അങ്ങനെ കാണിച്ചേട്ടാ. അല്ലാണ്ട് നരേന്ദ്രപ്രസാദിൻ്റെ പോലെ ഇവിടെ പറയുന്നതൊക്കെ നോണേ പറയുന്നത് ശരിയില്ല എന്ന് പറയണതല്ല കേട്ടാ. അത് തുന്തുരൂന് അച്ഛൻ്റെ ഒരു ബുദ്ധി കിട്ടിയിരുന്നെങ്കിലേ ആ വർക്ക്ഷോപ്പ് തുടർന്നു കൊണ്ടുപോയായിരുന്നു. കാരണം
അച്ഛൻ്റെ ആ വർക്ക്ഷോപ്പ് അച്ഛൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കല്ല. നമുക്ക് തലയിൽ ഐഡിയ വരണം. കാരണം ഒരു സാധനം പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെയല്ല അടുത്ത പണി വരാം. അത് വേറെ ഐഡിയ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരാം. അപ്പോൾ നമ്മുടെ തല വർക്ക് ചെയ്യണം. അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ. അവനെ എന്താ പറയുക, ഈ വർക്ക്ഷോപ്പ് അവനാണല്ലോ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ പഠിപ്പൊക്കെ നിർത്തിയിട്ട് അവൻ വർക്ക്ഷോപ്പിൽ നിന്നതാ. ഒരു കൊല്ലം അച്ഛൻ്റെ അടുത്ത് 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ ഫുൾ ടൈം നിന്നു. ഒരു രക്ഷയില്ല, ഒന്നും കേറുന്നില്ല. അവൻ്റെ ടേസ്റ്റ് അതല്ല. അപ്പൊ അച്ഛന് ഒരു ദിവസം അവൻ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അച്ഛൻ ചായ കുടിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയാണ് അവൻ. അമ്മ ഉണ്ടായിരുന്നില്ല അന്നേ. അപ്പം ഒരു 3:30 ആകുമ്പോൾ അച്ഛന് ചായ കിട്ടണം, ഒരു കട്ടൻ ചായ കിട്ടണം, കിട്ടിയേ പറ്റൂ. അപ്പോൾ അതൊന്നും എന്തായാലും അവൻ ഇങ്ങനെ നിൽക്കല്ലേ, ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. അപ്പം ചായ ഉണ്ടാക്കിക്കൊണ്ടു. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടം. അച്ഛന് അമ്മയല്ലാണ്ട് വേറെ ആര് കട്ടൻ ചായ അല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താലും പിടിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. നിനക്കപ്പോൾ ഇതിലാണ് കഴിവെന്ന് തോന്നുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു. അത് നമ്മളോട് പറഞ്ഞപ്പോൾ ചേട്ടനാണ് ഇത് പഠിക്കാനുള്ള സ്ഥലം അങ്ങനെയാണ് ഇവിടെ ഉണ്ടല്ലോ, പൂത്തോളുണ്ടല്ലോ ഫുഡ് ക്രാഫ്റ്റ്. അവൻ 10 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. 10ൽ അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 390 മാർക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രീ ഡിഗ്രി +1 ചേർന്നില്ല എന്നുള്ളതാ. പിന്നെ അവൻ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇങ്ങനെ പറയില്ല. അച്ഛനമ്മ എന്താ പറയണേ അത് കേട്ട് അങ്ങനെ നിൽക്കും. അല്ല എനിക്ക് പഠിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പറയില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അവൻ്റെ റൂട്ട് തിരിച്ചു പോയത്. അപ്പം നോക്കിയപ്പോൾ അവിടെ 10ാം ക്ലാസ് മതി, ഫുഡ് പ്രൊഡക്ഷൻ കോഴ്സ് പഠിക്കാനായിട്ട് 10ാം ക്ലാസ് മതി. അപ്പം അങ്ങനെ അവൻ അവിടെ ചേർന്നു. അങ്ങനെയാണ് ആളിപ്പോൾ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ അച്ഛൻ്റെ വർക്ക് ഷോപ്പിന് പിൻഗാമി ഇല്ല. ഇപ്പോൾ നീ സരിത പോയിട്ട് വേണമെങ്കിൽ പഠിക്കാം. എനിക്ക് പറ്റും. എനിക്ക് വേഗം അച്ഛൻ പറയുമ്പോഴത്തേക്കും ഒക്കെ മനസ്സിലാവാറുണ്ട്. വേഗം ഐഡിയകൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും മനസ്സിലാവാറുണ്ട്. പക്ഷേ എനിക്ക് പെണ്ണുങ്ങൾക്കൊന്നും അതങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ തുന്തുരുവിനായിരുന്നു എൻ്റെ ബുദ്ധി അവന് കിട്ടിയാൽ മതിയായിരുന്നു. അവൻ്റെ ആ കുക്കിങ്ങിലുള്ള കഴിവ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് മെയ്ഡ് ടു ട്രഷർ. കുറവിലെ നിറവാണ് നമ്മുടെ പങ്കാളി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സരിതയുടെ അച്ഛനും അമ്മയും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റാൻഡിങ് അലോങ് വിത്ത് യുവർ പാർട്ട്ണർ ഇസ് ദ സീക്രട്ട് ഓഫ് സക്സസ്ഫുൾ ഫാമിലി ലൈഫ്. കറക്റ്റ്. അങ്ങനെ ഇങ്ങനെ ഒരാളുടെ കുറവിനെ മറ്റൊരാള് ആൾക്ക് ആ കഴിവുണ്ടെങ്കിൽ അതങ്ങനെ ഫില്ലായി പോകും. അതന്നെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അതൊരു ഭയങ്കര ബോണ്ടായിട്ട് അങ്ങനെ നിൽക്കും. കറക്റ്റ് അതിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് ചേരും ആ കുറവുകളിലേക്ക് അല്ലേ. അപ്പോൾ അച്ഛന് എന്തിട്ട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അമ്മ വന്നിട്ട് ചോദിക്കും, കാണിച്ചു കൊടുക്കും. ഇതെന്തിങ്ങനെ ചെയ്തേക്കണേന്ന് ചോദിച്ചിട്ട്. അമ്മയ്ക്കും ബുദ്ധിയുണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെന്താണ്, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇംഗ്ലീഷാണ് അറിയാത്തത്. അപ്പോൾ മാത്സ് ആയാലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് അമ്മ അതിൻ്റെ ഉത്തരം മനസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉത്തരം അമ്മയ്ക്ക് കിട്ടും. ഇതെങ്ങനെ ഈ ഉത്തരം കിട്ടിയേ എന്ന് ചോദിച്ചാൽ പറയാൻ അമ്മയ്ക്ക് അറിയില്ല. ആ മെത്തേഡ് ഉണ്ടല്ലോ, നമുക്ക് ഉത്തരം മാത്രം എഴുതിച്ചാൽ മാർക്ക് കിട്ടില്ലല്ലോ. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ വഴികളൊക്കെ എഴുതണ്ടേ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ. അത് ചെയ്യാൻ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഉത്തരം അമ്മ അടിപൊളിയായിട്ട് ഇപ്പോഴും തന്നെ കിട്ടും അമ്മയ്ക്ക് ഉത്തരം. അങ്ങനെയാണ്. ഇംഗ്ലീഷ് ഒരു വാക്കറിയില്ല. ഇംഗ്ലീഷ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിനോടുള്ള പേടി കാരണം കൊണ്ട് അമ്മ 10ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷ വരെ പോയുള്ളൂ. പിന്നെ സ്കൂളിൽ പോക്കാൻ നിർത്തി പേടിച്ചിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് വീടിൻ്റെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള ചെറിയ പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുത്ത് തുടങ്ങുന്നു വീട്ടിൽ. അപ്പോൾ അവർക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ അവിടെ വന്നിരിക്കും. അപ്പം എന്നിട്ട് അമ്മ എന്നോട് ഒരു ദിവസം പറയും, ഇത് ഇത്ര എളുപ്പമായിരുന്നു അല്ലേ, ഇതൊന്നും നീ ഇപ്പോൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണത് കാണുമ്പോഴാണ് മനസ്സിലാവണേ, ഈ ഇംഗ്ലീഷ് എന്തൊരു എളുപ്പമായിരുന്നു, ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരായിരുന്നില്ലേ, അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാവില്ലേ. അങ്ങനെ ക്ലാസ് പിന്നെ ആർക്കും മനസ്സിലാവും. അടുത്തത് ശൈലജ ഹരിദാസ്. വാഷിംഗ് മെഷീൻ്റെ കാര്യം അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നെങ്കിലും നമുക്ക് പോകാമല്ലോ. നോ, നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായ ആ വാഷിംഗ് മെഷീനും കൊണ്ട് ഒരിക്കലും അച്ഛൻ്റെ അടുത്തേക്ക് വരരുത്. വാഷിംഗ് മെഷീൻ നന്നാക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ ഡ്രമ്മിനാണ് കംപ്ലൈൻ്റ് എങ്കിൽ മാത്രം. അതും ഡ്രമ്മിൻ്റെ കംപ്ലൈൻറ്റ് അടിഭാഗം ഞാൻ പറഞ്ഞില്ലേ സോപ്പും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ദ്രവിക്കും. അത് ദ്രവിച്ചു പോകണം. ആ സാധനം ശരിയാക്കൽ അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രമാണ് അവർ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അല്ലാണ്ട് വാഷിംഗ് മെഷീന് വേറെ കുറേ കംപ്ലൈൻറ്റുകൾ വരാമല്ലോ. ബോർഡിന് കംപ്ലൈൻറ്റ് വരാം, വേറെ എവിടെയെങ്കിലുമൊക്കെ വരാം. അതൊന്നും അച്ഛൻ ചെയ്യില്ല. വാഷിംഗ് മെഷീൻ നേരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല കേട്ടാ. അടുത്തത് സരള TK. നൂലപ്പുണ്ടാക്കുന്ന സാധനം കിട്ടിയാൽ നല്ലതായിരുന്നു. രാവിലെ കറക്കി കറക്കി കൈ വേദന വന്നു. ചില വീട്ടിലേ എല്ലാവർക്കും നൂലപ്പം എല്ലാ ദിവസവും വേണമെന്നുള്ള ഇതിലുണ്ട്. അവർക്ക് ഇതിപ്പോൾ നല്ല ഉപകാരം. ശരി. അടുത്തത് ജയ അശോക്.
സരിത എൻ്റെ അച്ഛനും നല്ല കഴിവുള്ള ആളായിരുന്നു. എന്ത് ആവശ്യം വന്നാലും ഉപയോഗിക്കാനുള്ള ടൂൾസ് ഒക്കെ അച്ഛൻ ഒരു പഴയ സൈക്കിൾ ബോക്സിൽ കരുതി വെച്ചിരുന്നു. ഒന്നിനും ഒരിടത്തും അന്വേഷിച്ച് പോവണ്ട. അതുപോലെ ഒരു മാസത്തേക്കുള്ള അടുക്കള സാധനങ്ങൾ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അമ്മയേക്കാൾ മുൻപ് തന്നെ അച്ഛൻ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വാങ്ങും. എൻ്റെ അച്ഛൻ ഇപ്പോൾ 9 വർഷമായി എന്നെ വിട്ടുപോയിട്ട്. റിപ്പയറിംഗ് എല്ലാം സ്വന്തമായി ചെയ്തു നോക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡും സ്വന്തമായി എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് ആ സ്വഭാവമായിരിക്കാന്ന് പറയും. ഇവിടെ അനിലൻ ചേട്ടനാ. അനിലൻ ചേട്ടൻ ചേച്ചി പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിലൻ ചേട്ടൻ അടുക്കളയിലത്തെ എല്ലാ സാധനങ്ങളും അറിയാം, ഒക്കെ പരിശോധിക്കും. എന്നിട്ട് വരുമ്പോൾ അതും കൊണ്ടാ വരാം. കഴിഞ്ഞ സാധനങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അങ്ങനെ. ഞാനും എല്ലാ അടുക്കളയിൽ പരിശോധിക്കും, തിന്നാനാണെന്ന് മാത്രം. അനീഷ് സി കെ പെരുന്തച്ഛൻ, സരിത ചേച്ചിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി അച്ഛൻ്റെ വക. സന്ധ്യ ബിജു, നിങ്ങൾക്ക് തൃശ്ശൂപൂരം പോലെയാണ് ഞങ്ങൾക്ക് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. അതുകൊണ്ട് 2 ദിവസമായി വീഡിയോ കാണാൻ സമയം കിട്ടിയില്ല, ഫോൺ നോക്കുന്നതേ ഇല്ലായിരുന്നു. സരിതയുടെ അച്ഛൻ എന്ത് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നറിയില്ല. ഒരാൾക്ക് ബുദ്ധി മാത്രം പോരാ, കഴിവും ചെയ്യാനുള്ള മനസ്സും ഒക്കെ വേണം. ഇതൊക്കെ അച്ഛനുണ്ട്. ഇനിയും വെറൈറ്റി ഐറ്റം പ്രതീക്ഷിക്കുന്നു അച്ഛ. എൻ്റെ ഹസ്ബൻഡ് ലെയ്ത്ത് വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ഹസ്ബൻഡിന് കാണിച്ചു. അപ്പോൾ പുള്ളിയും ചില ഐഡിയ ഒക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡും എന്ത് ജോലി ചെയ്യാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ട്. പഠിച്ച ജോലി മാത്രമല്ല എന്ത് ജോലിയും ചെയ്തു നോക്കും. ഈ ലെയ്ത്ത് വർക്ക്ഷോപ്പുള്ളവർ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? നല്ല ഐഡിയകൾ ഉണ്ടാവും ഇവർക്ക്. അവരുടെ വർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ചെട്ടിക്കുളങ്ങരയാണ് ആ പാട്ടില്ലേ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ. അടുത്തത് തോമസ് ലിജോ, മാമന്റെ ഫ്രിഡ്ജിന്റെ കംപ്രസർ പണി കണ്ടുപിടിക്കാൻ പലതവണ പണ്ട് അവിടെ വന്നിട്ടുണ്ട്. അതിന് കാരണം മാമൻ അവസാനം പറഞ്ഞ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. അച്ഛൻ്റെ വർഷപ്പിലേക്ക് വരാറുള്ള ആളാന്ന് തോന്നുന്നു. അച്ഛനെ മാമൻ ഒരുമാതിരി ചെറിയ പിള്ളേർ ആ സമയത്ത് വരുന്നവരൊക്കെ മാമൻ എന്ന് വിളിക്കുന്നത്, കേശു മാമൻ അങ്ങനെയൊക്കെ വിളിക്കും. അന്ന് കാലത്ത് ഞങ്ങൾ വർക്ക്ഷോപ്പുകാർക്ക് പണി മാത്രം പണം കുറവാണ്. ഇന്ന് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായാലും ഓരോ അറിവ് പകർന്നു തന്ന കേശു മാമനെയൊക്കെ വീഡിയോയിൽ കൂടി കാണുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത സന്തോഷം, പ്രത്യേകിച്ചും മാമൻ്റെ ഐഡിയകൾ കാണിക്കുമ്പോൾ. പിന്നെ ആ കേബിൾ ചുറ്റുന്നതൊക്കെ നമ്മുടെ EOT ക്രെയിനിന്റെ വർക്കിംഗ് നോക്കിയാൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ആ വർക്ക് ആ ചിറ്റണ ചിലപ്പോൾ ചിറ്റിൽ തെറ്റിപ്പോകുമ്പോഴേ. അടുത്ത സവായി അജു ചേട്ടൻ, കൂടെ നിൽക്കുന്നവർക്ക് എനർജി ഇല്ല. അത് നമ്മുടെ മീൻകുളം സ്വിമ്മിംഗ് പൂളാക്കിയ വീഡിയോ. കൂടെ നിൽക്കുന്നവർക്ക് എനർജി ഇല്ല, ചാടി നിൽക്കുന്നില്ല. അപ്പോൾ സരിത ചേച്ചി എന്തെങ്കിലും പറഞ്ഞാ അജുചേട്ടൻ? ഞാൻ എൻ്റെ മൈക്കിനോട് പറഞ്ഞതാ. അത് എഡിറ്റ് ചെയ്യാതെ അതേ പടിയിട്ട നിതിനാണ് എൻ്റെ ഹീറോ. അജുചേട്ടൻ കുടുംബം കലക്കി. നിനക്കിനിയും മതിയായില്ല അല്ലേ? ഇന്നസെന്റ് സ്പൂഫ് അതുപോലെ പറയണത്. ആ വീഡിയോയിൽ ഒരുമാതിരിയൊക്കെ കമൻറ്റ് മറ്റേ ടാർപ്പായ മാറ്റി നല്ലത് വിരിക്കണം എന്നൊക്കെയാണ്. ഷെഫീഖ് BK, പാലക്കാടൻ കഥ കേട്ടപ്പോൾ പണ്ട് അഭിനയിക്കാൻ പോയി മാറാല തൂത്തുവാരിയ കഥ ഓർമ്മ വന്നു. നിനക്കൊക്കെ അഭിനയിക്കണോ, നന്നായി പണിയെടുക്കണം എന്ന് പറഞ്ഞ സംവിധായകൻ. ചേട്ടൻ മറ്റേ സീതാകാളിയിൽ അഭിനയിക്കാൻ പോയതായിരിക്കും. അഭിനയിക്കണോ, പണിയെടുത്തോ? അടുത്തത് ഗിരിപ്രസാദ്, പാലക്കാടൻ കഥ കേട്ട് ചിരിച്ച് ഉപ്പാടിളകി. എനിക്കും ഇതുപോലെ അനുഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന സ്ഥലത്ത് ഒരു സമിതിയിൽ നാടകം കളിക്കുന്ന സമയം. അതായത് 94 കാലഘട്ടം. അന്ന് എനിക്ക് ഏകദേശം 21 വയസ്സ് പ്രായം. അങ്ങനെ ഒരു ശിവരാത്രി പ്രോഗ്രാം ആറ്റിങ്ങലിൽ 1, രണ്ടാമത്തേത് അടുത്തുള്ള കടുവാപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു. ആദ്യ സ്ഥലത്ത് കിട്ടിയ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും രണ്ടാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ പണി തുടങ്ങി. അതിൽ എനിക്ക് സന്യാസി വേഷമായിരുന്നു. ഞാൻ താടി വെച്ച് കെട്ടി വിഗ് എല്ലാം വെച്ച് സെറ്റായി നിന്നപ്പോൾ വയറിനകത്ത് ഒരു ചെണ്ടമേളം, കൊട്ടും കുരയും പിന്നെ ഗുളുഗുളു ആട്ടവും. ഞാൻ മാക്സിമം പിടിച്ചു നിന്നു. ഇനി പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. മേക്കപ്പ് മാറ്റാൻ ഒരു ബക്കറ്റ് വെള്ളം ഗ്രീൻ റൂമിൻ്റെ അടുത്ത് കമ്മിറ്റിക്കാർ കൊണ്ടുവയ്ക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് സ്റ്റേജിൻ്റെ പുറകിൽ ആരും കാണാതെ ഞാൻ പോകാൻ പോയപ്പോൾ അവിടെ നാടകം കാണാവുന്ന കുട്ടികൾ പുറകെ ഒന്ന് എന്നോട് ചോദിക്കുകയാണ്, സ്വാമി ഈ രാത്രി എന്തിനു സ്വാമി കാട്ടിന് പോണത്? എന്തിന് പോണ് എന്ന്. പിന്നെ കുട്ടികളോട് കരഞ്ഞ് കാല് പിടിച്ച് കാര്യം പറഞ്ഞൊരു വിധം പറഞ്ഞു വിട്ട് കാര്യം സാധിച്ച് എൻ്റെ രംഗം വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവിടെ കൂടി പിള്ളേർ മുഴുവൻ വിളിച്ചു കൂവി തല തല്ലി ചിരിച്ച് വിളിച്ചു പറയുന്നു. എനിക്ക് നന്നായി കേൾക്കാമായിരുന്നു, അതേ കാട്ടിൽ തൂ സ്വാമി എന്ന്. അന്ന് ഭൂമി പിളർന്ന് താഴ്ന്നു പോയെങ്കിൽ എന്ന് തോന്നി. കൂടെ അഭിനയിക്കുന്ന നായികയെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതേ കൊട്ടും കുരവിയും
ഗളഗളവും. അയ്യോ അതെ നമുക്ക് ഇത് അതന്നെ പറഞ്ഞപ്പോ ഒരു കാര്യം സംഭവം ഓർമ്മ വരുന്നത്, പണ്ട് കാലത്ത് നാനയിലാണോ സിനിമ മാസികയിലാണോ വന്നതെന്ന് ഓർമ്മ ഇല്ല കേട്ടാ, ഞാൻ വായിച്ചതെന്ന് ഓർമ്മയില്ല. അതായത് മാളവശത്ത് തിലകനൊക്കെ ഇല്ലേ, നമ്മുടെ തിലകൻ അവരെ ട്രൂപ്പ് നാടകം കളിക്കാൻ വന്ന സമയം ഒരു 1960 ആ സമയത്തിലേക്ക് ആയിരിക്കും. ഇവർ നാടകം കളിക്കാൻ വരുന്നത് എത്തിയോണത് ഒരു ഉച്ച തിരിഞ്ഞ സമയത്താണ് എത്തിയോണത്. അപ്പോൾ വൈകുന്നേരമാണ് നാടകം. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ തിലകൻ ഇവരൊക്കെ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രാഥമിക കൃത്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ യാത്ര ചെയ്തിട്ട് വന്നിട്ടില്ലല്ലേ, പോകേണ്ട ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല അവിടെ മനപ്പറമ്പുണ്ട്, അവിടേക്ക് ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു, മനപ്പറമ്പിലേക്ക്. അപ്പോൾ മനപ്പറമ്പ് എവിടെയാണെന്ന് ചോദിച്ചു. ഇവർ ആദ്യമായിട്ട് തിലകനെ വരില്ല. അപ്പോൾ ഇയാൾ കൈകൊട്ടി ഇങ്ങനെ വിളിച്ചു, അങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കനെ ഒരു കാക്കി ഒരു കീറിയ ട്രൗസറൊക്കെ ഇട്ടിട്ട് പല്ലൊക്കെ ഉന്തിയിട്ട് ഒരു കറുത്തിട്ട് ഒരു ചെക്കനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നു. അവൻ വന്നിട്ട് ഇവരെ കൊണ്ടിട്ടേ നീ ആ മനപ്പറമ്പിലേക്ക് തൂറാൻ കൊണ്ട് പോയേന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് ഇയാൾ ഈ ചെക്കൻ വാ എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ മുന്നിൽ തിലകനും ടീമുകൾ ഒരു 5-10 പേര് ബക്കറ്റായിട്ട് പിന്നിൽ വരിയായിട്ടാണ് പോണ്. അപ്പം ഈ കിടാവാണ് ഈ മുന്നിൽ നടന്നിട്ട് നാടകക്കാരെ തൂറാൻ പോണത് കാണാ, വാ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരേക്ക് വിളിച്ചിട്ട് പിന്നീടെ ഒരു ഘോഷയാത്രയായിട്ട് പോവുക. ഈ തിലകനും ടീമുകൾക്കും കാലജനിങ്ങ നാടക അങ്ങനെ കൊണ്ടുപോയി. ആ ക്രാവ് ഏതാണെന്നറിയോ? ആ ക്രാവാണ് മാളാരവിന്ദൻ. നമ്മുടെ തമാശ ഈ സിനിമ നടൻ മാളാരവിന്ദൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ഇത് ഓർമ്മ വരികയാണ് കേട്ടാ, അനുയോജ്യമല്ല ഇത് ശരിക്ക്. അത്ര അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനത് അന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് 40 കൊല്ലങ്ങൾക്ക് മുമ്പാന്നുകൊണ്ട് അത് വായിച്ചിട്ടുള്ളത്. ചിരിച്ച് എനിക്ക് കണ്ണീന്ന് വെള്ളം വന്നത് അത് അന്ന് വായിച്ചിട്ട്. ഇപ്പോൾ പറയുമ്പോഴും ചിരി വരിക. ആ രംഗം കൂടെ ആലോചിക്കുമ്പോഴേ ഇത് പലർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ കണ്ണും തുടക്കട്ടെ. ചേട്ടൻ കസേരയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഈ കഥ പറഞ്ഞ അവസാനിപ്പിച്ചാവോ? അല്ല ചേട്ടൻ നടന്ന് കാണിക്കണല്ലോ, അഭിനയിച്ച് കാണിക്കണല്ലോ. അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട്. എൻ്റെ അജു പാലക്കാട് കല്യാണത്തിന് പോയി സംഭവിച്ച തമാശ കേട്ട് ചിരിച്ച് ഒരു പരുവമായി. അജു ഇരുന്ന് അഭിനയിച്ചപ്പോൾ ചിരിച്ച് മണ്ണ് കപ്പി. അജു എടുത്ത പെയിന്റ് ബക്കറ്റ് ജോട്ടൻ കമ്പനിയുടെ ബക്കറ്റാണ്. അവർക്ക് ഗംഭീര പരസ്യമായിരുന്നു. അടുത്തത് സാക്ക് ചവറ. പാലക്കാടൻ ചിക്കൻ കറി കണ്ടിട്ട് നന്നായിരിക്കുന്നു. കോക്കനട്ട് അരച്ച് ചേർക്കണമായിരുന്നോ എന്നൊരു സംശയമുണ്ട്. അല്ലാതെ തന്നെ കറി നന്നായിരിക്കും. പക്ഷെ അവരുടെ രീതി അതാണ്. പറഞ്ഞില്ലേ നാളികേരം അരച്ച് ചേർത്താ പോയി ഇന്ന്. പക്ഷെ അരച്ച് ചേർത്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. ആ നാളികേരത്തിന്റെ ആ തേങ്ങയുടെ ആ പച്ചമണം ഉണ്ടല്ലോ, അത് പോണ വരയ്ക്കൊന്ന് തിളച്ച കുഴപ്പമില്ല. അതാണ് അതിലത്തെ ഹൈലൈറ്റ്, നാളികേരം അരച്ച് ചേർക്കണത്. പണ്ട് എന്ന് പറയുമ്പോ കൊറേ പേർക്ക് കറി വേണല്ലോ, അപ്പൊ ചാറിന് കട്ടി കിട്ടാൻ വേണ്ടിട്ട് അതാരോ അബദ്ധം ചെയ്തതാന്ന് പറയുന്നു. വിളമ്പുകാരെ അത് ഒരു സുജിചന്ദ്രൻ ഒരു കമന്റ് ഇട്ടിട്ടില്ലേ, വിളമ്പുകാരെ എണ്ണം കൂടി, അല്ല വിളമ്പല്ല സദ്യക്ക് ആളുകളുടെ എണ്ണം കൂടിപ്പോ അതിലേക്ക് പെട്ടെന്ന് ഈ പാചകക്കാരനെ വന്ന ഐഡിയ ആണെന്നത് അളവ് കൂട്ടാനായിട്ട്. കുമ്പളങ്ങ ചേർക്കണേല് മുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു പരുവം സൂപ്പറായിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു. അതായത് ഇത് ഈ പറഞ്ഞ മസാലകളൊക്കെ പരത്തി വെക്കുക, എന്നിട്ട് അതായത് അവിടെ മരുള്ളത് വളരെ വളരെ ശരിയായിരുന്നു. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് കിടന്നിട്ട് അത് വെന്ത് വരുമ്പില്ലേ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ ഒന്നും ചേർക്കരുത്, കുമ്പളങ്ങയും ചേർക്കണ്ട, അരപ്പും ചേർക്കണ്ട, കടുകും പൊട്ടിക്കണ്ട. കടുക് ഒഴിവാക്കാം. ആളൊരു കമന്റ് കൂടി ഇട്ടുണ്ട് കേട്ടോ. ഒരു കഥ അഭിനയിച്ച് കാണിക്കാനുള്ള കഴിവ് സമ്മതിച്ചിരിക്കുന്നു. കഥയുടെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാലക്കാടൻ ഹൊറർ സ്റ്റോറി. ബക്കറ്റുമായി പോയവർ സാമ്പാർ പാത്രം എടുത്ത് കൊണ്ടുപോയില്ല എന്ന് വിശ്വസിക്കാം. അതൊക്കെ എടുത്തല്ലോ, അത് ആദ്യം എടുത്തുണ്ടാവും. സാമ്പാറും പായസം ബക്കറ്റുകളോ ബക്കറ്റും പോയി. ഒരാള് മറ്റേ വട്ടയില്ലേ, മറ്റേ കുഞ്ഞി വട്ടകള് അത് പിടിച്ചിട്ടാണ് വെള്ളം പിടിച്ചിട്ടാണ് പോണത്. കാര്യം വേറെ പാത്രമില്ലേ. ശരിക്കും പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ആക്കി കഴിഞ്ഞാൽ ചിരിച്ച് തലതല്ലി ചിരിക്കട്ടെ ആൾക്കാര് അല്ലേ. അതായത് എന്താ പറയാ, കലവറയുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കണ ഭാഗം, ഒറ്റ സെക്കൻഡിൽ അപ്രത്യക്ഷമായി പാത്രങ്ങൾ. ഇത് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. ശുചിത്വ ഭാരത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അതിന് പരസ്യം കൊടുക്കാൻ പറ്റിയതാണ്. അതായത് എന്താ പറയുക, ശൗചാലയം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഷോർട്ട് ഫിലിം ആക്കിയിട്ട്
ചെയ്യാൻ പറ്റും. പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണിത്. അടുത്തത് ഭാരതം. പ്രമീള ദേവദാസൻ. അജുവേട്ടാ, കഥ കേൾക്കാൻ സിനിമയിൽ ഇന്റർവെൽ ആകുമ്പോൾ ഉള്ള ആകാംക്ഷയിൽ കാത്തിരുന്നു, ചിരിച്ചു മതിയായി. കാണിക്കട്ടെ സരിതേ. ഞാനിടയിൽ ഓരോന്ന് പറയല്ല, അതിൻ്റെ ഇടയിൽ തികത്തിക്കാനൊക്കെ വിളിക്കുമ്പോഴേ എല്ലാവർക്കും ദേഷ്യം വന്നിട്ടുണ്ടാവും. അടുത്തത് വി ബാക്ക് ആപ്പ് മാസ്റ്റർ. ഹായ് എൻ്റെ അജു, കണ്ണു വയ്യാതെ ഇരിക്കുമായിരുന്നു, വീഡിയോ കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ വിചാരിച്ചു എന്നോർത്തു, പിന്നെ വിചാരിച്ചു കണ്ണടച്ചിരുന്ന് കേൾക്കാമെന്ന്. പക്ഷെ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ സരിത ഇടയ്ക്ക് പറയുന്നു, ചേട്ടൻ എന്താ ഇരുന്ന് അഭിനയിക്കുവാണോ എന്ന്. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് മൊബൈലിൽ നോക്കി. അയ്യോ, ചിരിച്ച് വയ്യ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ കണ്ണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് മൊബൈലിൽ നോക്കിയിരിക്കുന്നേ എന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കേട്ടാൽ പിന്നെ എങ്ങനെ കാണാതിരിക്കും എന്ന്. ലവ് യു അജു, സരിത, ജഗു. എൻ്റെ പേര് റീന. അയ്യോ പാവണ്ട്, കണ്ണ് വയ്യാത്തോടത്ത് ഈ കമന്റ് ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്നിട്ടു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട്. കണ്ണിൻ്റെ ഇത് മാറട്ടെ, കണ്ണാണേ, വേറെ എന്തിട്ടേലാണേ പോട്ടെന്ന് വയ്ക്കാം കണ്ണ്. അടുത്തത് ശരത് സി ബി ബാബു. മുളകിന് എരിവുണ്ടോ എന്ന് തിന്ന് കാണിച്ചു തരുന്ന അജുവേട്ടനോടാണ് ചേച്ചി ഉള്ളി തിന്ന് കാണിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ നിസ്സാരം. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്. ഉള്ളി ശരത്ത് വീണ്ടും വന്ന് കുറെ നാള് ശരത്ത് കമന്റ് ഇടുന്നുണ്ട്, ചേട്ടൻ കാണാണ്ട. അതെ, ശരത്ത് എല്ലാത്തിലും കമന്റ്. ഉള്ളി നല്ല രസം, ഉള്ളി വെറുതെ തിന്നാം. അടുത്തത് വൈജയന്തി മനോഹരൻ. പാലക്കാട് കോഴിയും കുമ്പളങ്ങ അടിപൊളി തന്നെ, പരമ്പരാഗതമായ കറി തന്നെ. ചിക്കൻ മസാല ഇന്നുള്ളവർ ചേർക്കുന്ന എന്നേ ഉള്ളൂ, പൊടിയല്ല ഇടുന്നത്. മുഴുവൻ മുളക്, മല്ലി, ചെറിയ ഉള്ളി നല്ല പോലെ വറുത്ത്, നാളികേരം വറുക്കില്ല, എല്ലാം ആട്ടുകല്ലിൽ ആട്ടിയാണ് ഉണ്ടാക്കുക. പിന്നെ കുമ്പളങ്ങ വലിയ കഷ്ണാക്കണം. ഞാൻ കട്ട് ചെയ്തില്ലേ, അതായിരുന്നു കറക്റ്റ്. ചിക്കനൊപ്പം വിട്ട് വഴറ്റണം, എന്നാലേ പച്ചമണം പോകുള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അജു പറഞ്ഞത് ശരിയാവും, തികയാതെ വരുന്നത് കണ്ട് വെള്ളം ചേർത്ത് കാണും. പിന്നെ വെക്കുന്നത് ഒരേ ടേസ്റ്റ് ആവില്ല, പലരും പല ടേസ്റ്റിലാണ് വെക്കുന്നത്. സരിത പറഞ്ഞ പോലെ കൈപ്പുണ്യം വേണം. പിന്നെ ഇവിടെ ഉള്ളൊരു കുമ്പളങ്ങ കഷ്ണം ചോദിച്ചു വാങ്ങും, ചിക്കനല്ല. കഷ്ണം വേണമെന്നില്ല, നാടൻ സ്റ്റൈലിൽ വെക്കണം. കുമ്പളങ്ങ ആണെന്ന് ചോദിച്ചു വാങ്ങിക്കുക. അപ്പോൾ ഈ നെയ്യിലൊക്കെ കിടന്ന്, പ്രത്യേകിച്ച് നാടൻ കോഴിയും കുമ്പളങ്ങയും വെക്കുമ്പോൾ നമ്മളും വെക്കും. നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ ഒരു മെയിൻ സാധനം തന്നെയാണ് നാടൻ കോഴി. നമ്മളത് വെച്ചിട്ടുണ്ട് ഈ പറമ്പിൽ നിന്നിട്ട് നമ്മുടെ അമ്മയൊക്കെ കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ആ കൂട്ടാൻ. നേച്ചർ അറൗണ്ട്. അജുവേട്ടൻ്റെ കഥ മുമ്പും കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ആകും കോടീശ്വരിൽ സെലക്ഷൻ കിട്ടാൻ ഒരു അനുഭവ കഥ വേണമെന്ന് പറഞ്ഞു. മുമ്പ് ഈ കഥ കേട്ടപ്പോൾ തന്നെ ചിരിച്ച് ചത്തിട്ടുണ്ട്. അടുത്തത് ജേക്സ് ഓഫ് ഓൾ ട്രേഡ്സ്. കുറച്ച് നാളുകൾക്ക് ശേഷം കഥ പറച്ചിലുള്ള ഈ വീഡിയോ സ്പെഷ്യലായി. കേട്ട കഥ ആയിട്ട് പോലും. 2 ആഴ്ച മുന്നേ ട്രാവൽസ് ചാനൽ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയി ചരിത്രം ഞങ്ങളിലൂടെ പ്ലേലിസ്റ്റ് എടുത്ത് കുറേ വീഡിയോസ് പിന്നെയും കണ്ടു. അന്ന് ഒരു അമേച്ചർ രീതിയായിരുന്നു. ഇന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രൊഫഷണലായി. രണ്ടും ഇഷ്ടം. മേ ബി ഒരു പൊടിക്ക് പണ്ടത്തെ വീഡിയോസ് കൂടുതൽ ഇഷ്ടം. അത് കാരണമാണ് ഞാൻ അഡിക്റ്റ് ആയത് ഈ ചാനലിനോട്. പണ്ടത്തേലൊരു കുറച്ചുകൂടെ ഭയങ്കര ഒരു നിഷ്കളങ്കതയുണ്ട് നമ്മളെ കാണുമ്പോൾ, അല്ലേ? ഒരു പാവം തോന്നും നമ്മളെ കാണുമ്പോൾ. എനിക്ക് തന്നെ നമ്മുടെ വീഡിയോകൾ കാണുമ്പോഴേ നമ്മളെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ കാരണമാവാം ചിലപ്പോ. പിന്നെ വീടിന്റെ ഈ പരിസരവും ഇതൊക്കെ ഞങ്ങളും അതിരുന്ന് നോക്കും. അയ്യോ, നമ്മുടെ വീട് ഇങ്ങനെയല്ലായിരുന്നേ, നമ്മുടെ മുറ്റം ഇങ്ങനെയല്ലേ കിടന്നോടന്നേ, നമ്മുടെ ജഗ്ഗു ഇങ്ങനെയായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ ഞങ്ങളും ഇങ്ങനെയായിരുന്നു. ചേട്ടന് വലിയ മാറ്റമൊന്നുമില്ല, അന്നത്തേനാളും ഇത്തിരി ചെറുപ്പായ അങ്ങനെ. പിന്നെ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്ന് നോക്കും. നമ്മുടെ സംസാരത്തിനും രീതികൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല, പക്ഷെ അല്ലേ, അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. എപ്പോഴും നമ്മുടെ ഇവിടുത്തെ സാഹചര്യം മാറുന്ന കാണുമ്പോൾ, വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങൾ മാറുന്ന കാണുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് സ്വാഭാവികം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പോലത്തെ ഒരു പ്രസന്നത എനിക്ക് അന്നുണ്ടായിരുന്നില്ല. എൻ്റെ വീഡിയോസ് എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ മുഖത്തൊരു ശോകഭാവമാണ്, ഒരു ദുഃഖം. അതാവസ്ഥ കാരണം കൊണ്ടായിരിക്കും, നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ മനസ്സെങ്ങനെയാണ്, എനിക്കെങ്ങനെയാണ് എൻ്റെ മനസ്സ് അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ മുഖം. എൻ്റെ ഉള്ളിൽ ഞാൻ മൂഡ് ഓഫാണ്, എൻ്റെ മനസ്സിന് തീരെ സുഖമില്ലെങ്കിൽ അതെൻ്റെ മുഖത്ത് കാണും, ശരിക്കും കാണും അത്. എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരാൾ അതങ്ങനെ അഭിനയിക്കാറിയില്ല, അങ്ങനെ മുഖത്ത് ഇങ്ങനെ സന്തോഷം വരുത്തി നിൽക്കാനായിട്ട് പറ്റില്ല എനിക്ക്, അത് ശരിക്കും എൻ്റെ മുഖത്ത് കാണും. അപ്പോൾ ഇപ്പം നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സമാധാനമാണ് നമ്മുടെ ജീവിതത്തിന്. അപ്പോൾ ആ ഒരു സമാധാനമായിരിക്കും എപ്പോഴും എനിക്കൊരു പ്രസന്നത തരുന്നത്. അടിസ്ഥാനപരമായിട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും തോന്നില്ല ചേട്ടാ, സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല, ഒരിക്കലും മാറ്റം വന്നില്ല. തോമസ് മംഗലം. ഈ കഥയ്ക്ക് നല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതി സ്റ്റേജിൽ അവതരിപ്പിച്ചാലോ? ഒരു പാലക്കാടൻ നുറുങ്ങു കഥകൾ. എന്തേ ഇതുപോലെ സിമ്പിൾ കഥകൾ ആളുകൾക്ക് ഇഷ്ടമാവില്ലേ? ഡോണ്ട് ദേ ലൈക്ക്?
വാസന്തി വി, അജു കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായ അനുഭവം. ഇപ്പോൾ ആ കല്യാണ ചെറുക്കം കേൾക്കുമ്പോൾ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്ക്. പറഞ്ഞ പോലെ ആള് കേൾക്കുമ്പോൾ എന്താ സ്ഥിതി? അത് അവിടെ വെച്ചിട്ട് തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. പിന്നെ ആള് ഇങ്ങോട്ട് പണിക്ക് വരുമ്പോഴും ഇത് എന്തും പറഞ്ഞ് കളിയാക്കുമല്ലോ അല്ലേ. ഇവരൊരു കാര്യം പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയാലേ സ്വർണ്ണപ്പണി സ്ഥലത്ത് കളിയാക്കണ പോലെ വേറെ ഒരു പണി സ്ഥലത്തും കളിയാക്കുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരാളിനെ വട്ടം കൂടിയിട്ട് എല്ലാവരും കുറേ പേര് ഇരുന്നിട്ട് അവന് പണി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒരാളിനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിട്ടങ്ങ് പൊരിക്കും. അതന്നെ. അത് അങ്ങോട്ട് വൈകുന്നേരം രാത്രി 12, 1 മണി, 2 മണി, 3 മണി വരെ ഇരുന്നില്ലേ പണി ഓർക്കുളച്ചിട്ട്. അപ്പം നേരം പോക്ക് വേണ്ടേ. പക്ഷെ എന്താണ് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരെയാണോ കളിയാക്കണ അയാളും ഇത് ആസ്വദിക്കണം. അതന്നെ, അതാണ്. ആൾക്ക് ഒരിക്കലും ഇതിനോടൊരു വെറുപ്പോ വിരോധമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പിറ്റേ ദിവസം വേറെ ആളെ ഉണ്ടാവുക. അപ്പൊ കൂടും. അതെ, അങ്ങനെയാ. പ്രിൻസി കുര്യൻ, അജു ചേട്ടാ ആ പാലക്കാട് കല്യാണ കഥ ഒന്ന് ഫിനിഷ് ചെയ്യാമായിരുന്നു. ചിരിക്കാൻ റെഡി ആയിരുന്നപ്പോൾ നിർത്തി കളഞ്ഞു. ഇനി വീട് വരെ വരണോ അത് ഫുള്ള് കേൾക്കാൻ? വീഡിയോ സൂപ്പർ. ഗൾഫ് കോൺ 404 സരിതയുടെ സൈക്കോളജിക്കൽ മൂവ്. വെളുത്തുള്ളി കഴിച്ച് വായനാറ്റം ഉണ്ടാക്കി അജുചേട്ടനെ തക്കാളി കഴിപ്പിച്ച് വായനാറ്റം കുറപ്പിക്കാനുള്ള കിടലൻ ഐഡിയ. ദൈവമേ, ഞാനതൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ആ തക്കാളി ഒന്ന് കാണിച്ചു കൊടുത്തേ. പഞ്ചാര കഴിച്ച് മടുത്തു കുഞ്ചു, ഇഞ്ചി കഴിച്ച് രസിച്ചു കുഞ്ചു എന്നത് ഇവിടെ വെളുത്തുള്ളി കഴിച്ച് സരിതയെ വെറുപ്പിച്ചു, അജുവിനെ തക്കാളി കഴിപ്പിച്ച് രസിപ്പിച്ചു സരിത. അങ്ങനെയൊക്കെ മാറ്റി പാട്ടിന്. ഷേർലി വിൻസെന്റ്, സരിത ഒരു ജോലിയും ചെയ്യില്ലേ? എപ്പോഴും അജു മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, സരിത സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. ഇതിനുള്ള മറുപടിയൊക്കെ നമ്മൾ മുന്നേ വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല, നമ്മൾ വായിച്ചൊന്ന് മാത്രം. അപ്പം ഞാൻ നോക്കി ആ ചേച്ചി ഇട്ടേക്കണ കമന്റ് എല്ലാം അങ്ങനെ തന്നെയാ. ഞാൻ പണിയെടുക്കില്ല കുഴപ്പമില്ല, നീ പണിയെടുക്കണ്ട. ആ ചേച്ചീനെ ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട, അടുത്ത് വായിക്കും. അതന്നെ, നമ്മൾ വന്നത് വായിച്ചത് മാത്രം. സുധാ സുരേന്ദ്രൻ, അജു കഥ പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ തിരൂര് ബന്ധുവിന്റെ കല്യാണത്തിന് പോയത് ഓർമ്മ വന്നു. ഇതുപോലെ തന്നെ അവസ്ഥയായിരുന്നു. അപ്പൊ അത് വിവരിച്ച് എഴുതാറുന്നില്ലേ? അപ്പൊ നമുക്കത് വായിക്കായിരുന്നു. പാടൂർ സുരേഷ്, സരിത ഡോണ്ട് മേക്ക് കൺഫ്യൂസ്ഡ് അജു. ഓൾഡ് സ്റ്റോറീസ് നോട്ട് ഹാവിംഗ് അക്യുറസി. മെമ്മറി ലോസ് ഓൾവേസ് എ കോമൺ പ്രോബ്ലം. വൈൽ ഏജിങ് ഹാപ്പൻ. നൈസ് ടോക്സ്, എന്റർടൈനിങ്, കീപ് ഇറ്റ് അപ്പ്. ചേട്ടനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച കഥ പറഞ്ഞോണ്ടിരുന്നപ്പോ. അല്ല, കഥ പറയുമ്പോ മറ്റേ ഇതിൽ പറയില്ലേ, മറ്റേ ജഗതി യോധല് ഇവിടെ അടുത്ത് മധുബാലടുത്ത് ഇങ്ങോട്ട് കഥ പറഞ്ഞ് അതിൻ്റെ ഒഴുക്കിണ്ട് കളയാതെ ഇടയ്ക്ക് അതുപോലെ ഇടയിൽ ഒരു വാക്ക് തടസ്സം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥയുടെ ഒഴുക്കിനീട് തടസ്സപ്പെടും. അത് ആരുടെ കാര്യത്തിലത് എൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആക്കരുത്. ഓൾഡ് സ്റ്റോറീസ് ആകുമ്പോൾ അതിന് അക്യുറസി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചേട്ടന് പ്രായാവല്ലേ, അപ്പൊ മെമ്മറി പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ ആ കഥയുടെ ഇതിനങ്ങോട്ട് പോയിക്കോട്ടേന്ന്. ഹാപ്പി ലൈഫ്, ഈ കഥ നടക്കുമ്പോൾ എനിക്ക് 5 വയസ്സ്. അജു ഏട്ടാ, ഈ മൂട്ടക്കാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ആ മൂട്ടക്കാടി എന്ന് കേട്ടപ്പോൾ ചിരിച്ച് വയ്യാണ്ടായി. മൂട്ടക്കാടി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നിനും കൊള്ളാത്ത തല്ലിപ്പൊടി സാധനം. ഇപ്പോൾ ഒരു വണ്ടി എന്ന് വിചാരിക്കുക, അത് അതിൻ്റെ ഏറ്റവും തവിട് പൊടിയിട്ടുള്ളൊരവസ്ഥ. വണ്ടി പോവും, പക്ഷേ അത് ഓടും. അതാണ് പോവും. അത് എങ്ങനെയൊക്കെ അവിടേക്ക് എത്താം. അതേപോലത്തെ ഒരു സാധനം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിട്ടുള്ളത്. അജുവേട്ടന് എത്ര കഥകളാ പറയാൻ? എനിക്കൊന്നും ഒരു കഥകളും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്ര രസമായിട്ട് പറയാനും അറിയില്ല. ഇന്നത്തെ കഥ അടിപൊളിയായി, അറിയാതെ ഉറക്കച്ചിരിക്കും. നിങ്ങളുടെ വീഡിയോ കാരണം ഇന്ന് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, ചായ കൂടി മാത്രം കഴിഞ്ഞു. ബാക്കി എന്തൊക്കെ ചെയ്യണം? വീഡിയോ കണ്ടിട്ട് പതുക്കെ ചെയ്യാം. കഥ മുഴുവൻ പറയാം അജുവേട്ടാ. വീട്ടിൽ വരുമ്പോൾ പറയാം. വീണ ഹർഷൻ, അജുചേട്ട കഥ പറയണ കേൾക്കാൻ നല്ല രസമുണ്ട്. മണികണ്ഠൻ പറമ്പിൻ്റെ ഉടമസ്ഥനോട് പറയുന്നതൊക്കെ അഭിനയിച്ച് കാണിച്ചപ്പോൾ ചിരിച്ച് വയ്യാണ്ടായി. ശരിക്കും കഥ പറയുമ്പോൾ നമുക്ക് അതൊക്കെ കണ്ട ഒരു ഫീൽ. പറമ്പിൽ ഇരുന്നതല്ല കേട്ടോ. പാചകം സൂപ്പർ. അടുത്തത് ബിൻസി മുകേഷ്, സരിതേച്ചി ഡിസ്ക്ലെയിമർ വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിർത്തി. ഇവിടെ നാടൻ കോഴിയും കുമ്പളങ്ങിയും വറുത്തരച്ച് വെക്കും. ഹസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ശരിയാ, കോഴിയും കുമ്പളങ്ങിയും ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ച് വെക്കുന്നത്. റോസ് എഡ്യൂക്കേഷൻ, അയ്യോ കഥ നല്ല രസാജു ചേട്ടൻ. സരിത ചേച്ചി പറഞ്ഞത് ശരിയാ, അതിൻ്റെ ഇടയിലൊരു പാചകം എന്ന് ആൾക്കാർ വിചാരിക്കും. അഡിഷൻ, എൻ്റെ വക എന്തുട്ട് അഡിഷൻ, എൻ്റെ വക കുന്തം പാചകം, അങ്ങനെ പറഞ്ഞ അങ്ങനെയാവും ഉദ്ദേശിക്കണം. ഒരു കുന്തം. കുന്തം എനിക്ക് പാചകം അറിയില്ല ചിലപ്പോ. അതല്ല, വെളിച്ചം വെളിച്ചം കൂട്ടിയതല്ലേ കണ്ടേ, അതല്ല പറഞ്ഞേ. ഇതിന്റെ ഇടയിൽ ഒരു പാചകം വരുമ്പോഴേ തേങ്ങ പാചകം എന്നൊക്കെ തോന്നുന്നു ഉദ്ദേശിച്ചാണ്.
പിന്നെ സരിത ചേച്ചി എത്ര വേണമെങ്കിലും സംസാരിച്ചോ, കഥ പറയണതിൻ്റെ ഇടയിൽ മാത്രം വേണ്ട. പ്ലീസ് 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 ചേച്ചി. അജു ചേട്ടൻ ഇനിയും കഥ പറയൂ വിത്ത് ആക്ഷൻ, ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടോളാം. അടുത്തത് സുമൽ കുറച്ചത്തോത്ത് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ. അജുവേട്ട പാലക്കാടൻ കഥ കേട്ട് ചിരിച്ചൊരു വഴി. പിന്നെ ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ അജുവേട്ടനോട് ഏറ്റവും സ്നേഹം നിങ്ങൾ സഹോദരന്മാർക്കിടയിൽ അജുവേട്ടനോട് ഏറ്റവും സ്നേഹം അനിലേട്ടനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചങ്ങോട്ടും അനിലേട്ടൻ്റെ കൂടെ ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നൂടെ ഞങ്ങൾക്ക്? മറുപടി പ്ലീസ്. സിന്ധു 8:25 കഥ പറയാൻ എന്തിനാ ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക. കഥ കൊള്ളാം. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം ചേട്ടാ, ചേച്ചി, ജഗ്ഗു. രാവിലെ വീഡിയോ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സങ്കടമായി. ഇന്ന് മീൻകുളം വറ്റിക്കുന്നതും മീൻ പിടിക്കുന്നതും എല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സ്വിമ്മിംഗ് പൂളിൻ്റെ വരാനിരിക്കുന്ന അപ്ഡേറ്റ്സ് കാണാൻ കാത്തിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. അത് ആ വീഡിയോയിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് തുന്തുരുൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവള് വെള്ളത്തിലിറങ്ങണം. വീഡിയോ ഞങ്ങൾ അവസാനിപ്പിച്ച് പോരാണ്. അപ്പോഴേക്കും അവൾ ഡ്രസ്സൊക്കെ ഊരിയിട്ട് വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞാൽ അവളെ വെള്ളത്തിലിറക്കിയിട്ടുള്ളൊരു 1 മിനിറ്റ് സമയമുണ്ട്. അത് ചൈൽഡ് സേഫ്റ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണ് യൂട്യൂബിൻ്റെ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെയാണ് ആ വീഡിയോ റിമൂവ് ചെയ്തത്, നമ്മളല്ല. അപ്പം ഞങ്ങളപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ ഇടാൻ വീഡിയോ എന്ന്. എന്നിട്ട് ചേട്ടൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു വീഡിയോയിലാന്ന് പറഞ്ഞിട്ട്. അയ്യോ, അതിൻ്റെ അടിയിലത്തെ കമൻസ് വായിച്ചപ്പോൾ ചേട്ടൻ എന്നെ കരച്ചിൽ വന്നു. നിങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് വീഡിയോ എങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെങ്കിലും ഒരു വീഡിയോ ഇടുന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വേഗം അതിലത്തെ 1.5 മിനിറ്റ് ഭാഗമല്ലോ കട്ട് ചെയ്ത് കളയാൻ എളുപ്പമാണ്. അത് വേഗം അത് കട്ട് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്ത്. അപ്പോഴാണെങ്കിൽ ഇവിടെ നെറ്റ് സ്ലോ, അത് കുറച്ചുകൂടി നേരത്തെ അപ്ലോഡ് ആയാനെ. 12 മണിക്ക് 1 മണിക്ക് അങ്ങോട്ട് അത് അപ്ലോഡ് ചെയ്തത്, ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അപ്പൊ അപ്പോഴും അതിൽ കമന്റ്സും ഉണ്ട്. അതിൽ കമന്റ്സ് വന്നിട്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ ഇറക്കായിരുന്നു, അവള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്, അവള് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നമായി. പ്രേമാമലയത്ത് വേനലിൽ ഇനിടയ്ക്കിടെ അജുവിന് സരിതയ്ക്ക് ജഗ്ഗുവിന് നീന്തി കുളിക്കാലോ. ആ ടാർപ്പായ മാറ്റായിരുന്നു എന്ന് തോന്നി. കുളം ഒന്നുകൂടി കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ. അച്ഛൻ്റെ അടുത്ത് പുതിയ എന്തെങ്കിലും ഐഡിയ കാണും സരിതേ. ടാർപ്പായ മാറ്റാൻ നോക്കുന്നുണ്ട്. സ്റ്റാർസ് ആൻഡ് ബെൽസ്. അജുവേട്ട, സ്വിമ്മിംഗ് പൂൾ ശരിയായ രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾ തന്നെ ബിൽഡ് ചെയ്യൂ. പണിയുമ്പോൾ ഹൈറ്റ് കൂട്ടണേ. പിന്നെ കയറാൻ ഇറങ്ങാൻ ഒരു ലാഡർ കൂടി വെക്കാമല്ലോ. കയറിൽ തൂങ്ങി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലേക്കും ഞാൻ നോക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന്. പലവട്ടം പൈസ ചിലവാക്കി ഒരു ഒറിജിനൽ സ്വിമ്മിംഗ് പൂൾ ബിൽഡ് ചെയ്യാനുള്ള പൈസ വെറുതെ ചിലവാക്കി കളയല്ലേ. പിന്നെ സ്നേഹിക്കിനെ സൂക്ഷിക്കണേ. തീർച്ചയായും. അപ്പോൾ സ്വിമ്മിംഗ് പൂള് ഒരു മിനിറ്റ് ഉണ്ണിയാച്ചൻ്റെ ഫോൺ എടുത്തു. അപ്പോൾ അങ്ങനെ ചെല്ലു പൊക്കോ വെളിച്ചൻ്റെ അടുത്ത് ചെയ്യണേ. വെളിച്ചൻ്റെ ചീത്ത അച്ഛൻ്റെ ഫോൺ എടുത്തു. ജഗ്ഗുവിന് കാലത്തൊരു അവിടെ ജ്യൂസ് ഉണ്ട്, അത് സമയത്തിന് അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ നല്ല ചീത്തയൊക്കെ ചേട്ടണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടി ചെന്നില്ലെങ്കിൽ. സ്വിമ്മിംഗ് പൂള് കിട്ടില്ല. സ്വിമ്മിംഗ് പൂൾ പണിക്ക് പോയല്ലേ കാലത്ത് പോയില്ലേ നേരത്തെ? ഇന്ന് ചെന്നില്ലെങ്കിൽ നാളെ ഉണ്ടാക്കില്ലേ? അത് ശരി. അല്ല, സ്വിമ്മിംഗ് പൂള് നോക്കി മറ്റേ പണിയും ഭയങ്കര കാശ് വരെ. ഞങ്ങൾ നോക്കിയപ്പോഴേ 5 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അതൊക്കെ നോക്കി അതിൻ്റെ 3-4 പേരൊക്കെ സ്വിമ്മിംഗ് പൂള് പണിയണവരൊക്കെ വന്ന് ഇവിടെ നോക്കി. അപ്പോൾ ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിലവ് മാത്രമാണ് നമുക്ക് വരില്ല. ഓൾറെഡി കളച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കുറയ്ക്കണം, വീതി ഒത്തിരി കുറയ്ക്കണം. അപ്പോൾ കട്ടയൊക്കെ വെച്ച് കെട്ടി കുറച്ച് കുറയ്ക്കുമ്പോൾ ആ ഇടുക്കിൽ മണ്ണിട്ട് നിറച്ച് ഇതിന് കോൺക്രീറ്റ് ചെയ്ത് 2 ലക്ഷം രൂപയുടെ ചിലവ് അതിന് മാത്രം. 2 ലക്ഷം ഒന്നും വരില്ല. ടൈലൊട്ടിക്കലോ അവരാ ചെയ്യാം. ഈ കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം. ടാങ്ക് ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീക്ക് പ്രൂഫ് ചെയ്ത് ടൈൽസ് ഒട്ടിച്ച് ഫിൽട്ടർ വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു തരും. അതിന് 2.5 ലക്ഷം രൂപയാണ്. കാശ് വരും, ഒരു 4 ലക്ഷത്തോളം വരും. അതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. തൽക്കാലം അത് അവിടെ വെച്ചു. എന്തായാലും ടാർപ്പായ വാങ്ങിക്കണ കാര്യം പറഞ്ഞ് ഞാനും ചേട്ടന് യുദ്ധമായിരുന്നു കുറേ നാളായിട്ട്. ചേട്ടൻ സമ്മതിക്കില്ല. ഈ ടാർപ്പായനെ മതി എന്നിട്ട്. ആ ടാർപ്പായ കാണുമ്പോഴാണെങ്കിൽ വൃത്തിയില്ലല്ലോ. ലാസ്റ്റ് ഇപ്പം ഇന്നലെ സമ്മതിച്ചു ടാർപ്പായ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു ചന്ത്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നേരെയാവില്ല എന്ന മനോഭാവമാണ് അജുവിന്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതല്ലേ? പക്ഷെ നമ്മുടെ അജു എല്ലാ കാര്യം ചെയ്തതിന് ശേഷമാണ് ചിന്തിക്കുക. കറക്റ്റ്, വളരെ കൃത്യമാണ്. എന്തൊരു കൃത്യമായിട്ടാണ് ചേച്ചി മനസ്സിലാക്കിയേക്കണ ചേട്ടനെ. ചേട്ടൻ ആ കാര്യം ചെയ്തതിലൂടെ പഠിക്കുള്ളൂ. ഇപ്പോൾ ഒരു വലിയൊരു കുഴി, അതിൽ വീണ കൈയും കാലും ഒടിയുന്നു വീഴാണ്ട് തന്നെ നമുക്കറിയാം. പക്ഷെ ചേട്ടനറിയില്ല. ചേട്ടൻ അതിൽ വീണ് കൈയും കാലും ഒടിയണം. അപ്പോഴാണ് ശരിയാ
ഇതിൽ വീണ കൈയും കാലൊടിയും. അങ്ങനെ ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. പക്ഷേ സരിത നേരെ തിരിച്ചാണ്. എല്ലാ കാര്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അശോക് വേൾഡ്. ആവശ്യത്തിനുള്ള ബുദ്ധിയും സാമർഥ്യവും ഉണ്ട് അജുചേട്ടന്, എന്നാലും പാവമാണ് ഞങ്ങളുടെ നിഷ്കളങ്കനായ അജുചേട്ടൻ. സത്യം പറഞ്ഞാൽ ആരും കളിയാക്കുന്നത് പോലും ഇപ്പോൾ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അത്ര ഇഷ്ടമായി പോയി ചേട്ടൻ. അയ്യോടാ പാവം. സന്തോഷം. ശ്രീജ PV. എന്ത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒരു ഈഗോയും ഇല്ല. ഇതിൽ നിസ്സാരമായ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ ഹസ് പിന്നെ ഒരാഴ്ചയ്ക്ക് എന്നോട് മിണ്ടില്ല, ഷൗട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഒരു ലോകം മുഴുവൻ കേൾക്കുന്നു, എന്നിട്ടും എന്തൊരു ലാഘവത്തോടെ പെരുമാറുന്നു. ചിലവർക്ക് അത് അങ്ങോട്ട് അവരവർ ചെയ്യണ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലേ, അതായിരിക്കും ദേഷ്യം വരും. അടുത്തത് ഗ്രീഷ്മ ശ്രീഹരി. ചേച്ചി ആ മതിലിന്മേൽ ബൊഗേൻവില്ല വെച്ചുകൂടെ? അടിപൊളിയായിരിക്കും. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അവിടെ വെക്കണമെന്ന്. റോട്ടിൽ വെക്കുക, അവിടെ നല്ല വെയിലാണേ, ഭംഗിയായിരിക്കും. ഇവിടെ നിന്ന് കാണാനും ഭംഗിയുണ്ടാവും, റോട്ടിൽ നിന്ന് കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ റോട്ടിൽ ഇപ്പൊ ചവറും കണ്ണിയേണ്ട സാധനങ്ങളും കല്ലും വേസ്റ്റും ഒക്കെ കിടക്കുന്നുണ്ട്, അതെല്ലാം വൃത്തിയാക്കണം. അവിടെ 2 ലോഡ് മണ്ണങ്ങാൻ അടിച്ചാൽ മതി, എൻ്റെ മേലെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ കട്ട വിരിക്കേണ്ടിയൊക്കെ വരും. അടുത്തത് സുമി വിനീത്. അജുചേട്ടൻ അറിവുള്ള മനുഷ്യനാണ്, അത് എനിക്ക് നിങ്ങൾക്കുമാകം കോടീശ്വരനിൽ മനസ്സിലായതാണ്. എനർജിയും ആവേശവും കൂടുമ്പോഴാണ് തുടക്കത്തിലെ എല്ലാം പറയുമ്പോൾ തെറ്റുന്നത്. പിന്നെ സരിത ചേച്ചിയാണ് അജുചേട്ടൻ്റെയും ജഗ്ഗുവിൻ്റെയും ഭാഗ്യം. സരിത ചേച്ചിയിൽ നിന്നും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. യു ആർ സിംപ്ലി ഗ്രേറ്റ്. താങ്ക് യു സുമിക്കുട്ടി. അടുത്തത് അപ്പു കുന്താവ് ചുണ്ടങ്ങ. എന്നെ ആരും മറച്ചിട്ടതല്ല സരിതേച്ചി, ഇനിയും പീഡനം ഏൽക്കാതിരിക്കാൻ ഞാൻ സ്വയം ഒടിഞ്ഞു വീണ് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാ. 2 ദിവസം ഇങ്ങോട്ട് ആരും വന്നില്ല കണ്ടപ്പോൾ ഇവിടെ കിടന്ന് സന്തോഷമായി മരിക്കാമെന്ന് കരുതിയതാ. അപ്പോഴേക്കും വന്നല്ലോ എൻ്റെ കാലൻ. ഒറ്റയടിക്ക് ചാവാൻ വിടില്ല, ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലൂ, എൻ്റെ ദുർവിധി. ഒരു ചുണ്ടങ്ങ. അനിത പ്രവീൺ. ഹായ് ഹരിവന്ദനം, ഗുഡ് മോർണിംഗ്. അനിത പ്രവീൺ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഹരിവന്ദനം എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടാറുണ്ട്, നല്ല സാഹിത്യം ഒക്കെ എഴുതാറുള്ളതാ. പക്ഷെ ആ കുട്ടീനെ പാമ്പ് കടിച്ചു. ഗുഡ് മോർണിംഗ് അജുവേട്ടൻ, സരിതേച്ചി, ജഗ്ഗു, നൈസ് ഗുഡ് വീഡിയോ. ഇത്രയും ദിവസം വീഡിയോയ്ക്ക് കമന്റ് ഇടാത്തത് എന്നെ പാമ്പ് കടി ഏറ്റത് കൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മയ്ക്കും സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു, സുഖമായി വരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി വരുന്നു, വളരെ മനോഹരമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ അതിലടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പാമ്പാന്ന്. അപ്പം മൂർക്കം പാമ്പാണെന്ന് കടിച്ചത്. രക്ഷപ്പെട്ടല്ലോ. ഞാനാണെങ്കിൽ മൂർക്കം പാമ്പിനെ കണ്ട സെക്കൻഡിൽ ഞാൻ ചാവും, കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അത്രയ്ക്കും പേടിയ പാമ്പിനെ. പൊന്നെ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഭയങ്കര പേടി ഉണ്ടാവും എന്ന് പറയില്ലേ. ഇപ്പം ചേട്ടന് ഹൈറ്റ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് എപ്പോഴും, എനിക്ക് എന്തിനാ പേടി? എനിക്ക് ഹൈറ്റ് പേടിയില്ല. രാത്രി പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പ്രേതം അങ്ങനെയുള്ള അതിലൊന്നിലും എനിക്കൊരു പേടിയില്ല, തീരെ പേടിയില്ല. പിന്നെ അപ്പം എനിക്ക് എന്തോട്ടോ, എനിക്കപ്പോൾ ഒന്നിനും പേടിയില്ല അല്ലേ എന്ന് ആലോചിക്കാറ്. പിന്നെ എനിക്ക് മനസ്സിലായ പാമ്പ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ കിടന്ന് വിറച്ച് എനിക്ക് എന്നെങ്ങാൻ പറ്റാണ്ടതോടെ. പശുവിന് പേടി. പക്ഷെ പശു എന്ന് കേൾക്കുമ്പോഴൊന്നും പേടിയില്ല. പശു ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാലൊന്നും പേടിയില്ല. പക്ഷെ പശു എന്നെ കുത്താൻ വരും. അതിന് ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നടന്നു പോയാലും. ഇപ്പം പട്ടികൾ കുറേ റോട്ടിൽ നിൽക്കുക, എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ കൂളായിട്ട് അതിൽ കൂടെ നടന്നു പോകും. അറ്റങ്ങൾ എന്നെയും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ പശു എന്ന് പറഞ്ഞ സാധനല്ലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കുത്താൻ വരും. എന്തിനാണാവോ? പ്രബീത കോരക്കാരെ വീട്ടിൽ. 10ാം ക്ലാസ് വരെ ഒന്നായിട്ട് പഠിച്ച കൂട്ടുകാരെ പോലെയാണ്. നനച്ച് കഴിഞ്ഞിട്ടുള്ള വരവ് രണ്ടാളുടെയും. അത് ഞങ്ങളെപ്പോഴും ഇങ്ങനെ നടക്കാറുണ്ട്. എനിക്ക് ചേട്ടൻ്റെ ഒപ്പമല്ല, ഞാൻ ഹൈറ്റ് കുറവാണെങ്കിലും എനിക്കിങ്ങനെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഹലോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കില്ലേ, ഒരു എടാപ്പോടാ ബന്ധം. അങ്ങനെയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നടക്കാൻ. ഇവിടെ പിന്നെ അങ്ങനെ ആൾക്കാരും ഇല്ലല്ലോ ചുറ്റുവട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തും അങ്ങനെ നടക്കാൻ പറ്റും, റോട്ടിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം. ചുറ്റുവട്ടത്തൊന്നും അധികം ആളുകളില്ലാത്തതുകൊണ്ടേ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അക്കാദമിയിൽ പോകുമ്പോൾ ആ റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോഴൊക്കെ ഞാനങ്ങനെ നടക്കും. തോളത്ത് കൈയൊക്കെ ഇട്ട് വർത്താനം പറഞ്ഞിട്ടുള്ള വരവ്. അജുബ്രോയുടെ ഒരു കാര്യം, ഓസ് കൊണ്ടുപോയി നനയ്ക്കാതെ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി നനച്ചത്. വർഗീസ്, എന്തൊക്കെയാ അജുചേട്ടാ കാണിക്കുന്നേ, ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി. എന്നാൽ എൻ്റെ സരിതക്കുട്ടി, അജുചേട്ടൻ്റെ തലയെ കുറ്റം പറയല്ലേ. ഒന്നുമില്ലെങ്കിലും കോടീശ്വരനിൽ പോയി ലക്ഷം മേടിച്ച ആളല്ലേ, ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? റിതം ഓഫ് നേച്ചർ. അജുചേട്ടൻ ബുദ്ധിയില്ലെന്ന് പറയുന്നവരോട്, അജുചേട്ടൻ ബുദ്ധിയുള്ള സരിതേച്ചിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഒരു വൻ ബുദ്ധിയല്ലേ? രണ്ടും ഒരുപോലെ ആയിരുന്നെങ്കിൽ ദൈവമേ എന്തായതിനെ അവസ്ഥ. അയ്യോ,
അല്ല അതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കണതല്ലേ. പെണ്ണ് കാണാൻ പോയി ഇഷ്ടപ്പെട്ടു കൊണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അല്ലാണ്ട് ഇപ്പം അത് നമ്മുടെ ബുദ്ധിയുമായിട്ട് ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. അത് ദൈവത്തിൻ്റെ ബുദ്ധി. ഞാൻ വലിയ ബുദ്ധിമതിയാണെന്നല്ല കേട്ടാ പറഞ്ഞതിൻ്റെ അർത്ഥം. രാജേഷ് സുബ്രൻ, ഭാനുമതി ഇല്ലെങ്കിൽ നീലകണ്ഠന് പൂർണ്ണതയുണ്ടോ? പോടുന്നു. സരിത പുണ്യമാണ്, 1 കോടി പുണ്യം. എങ്ങനെയുണ്ട്? എന്നിട്ട് ചേട്ടനോട് എങ്ങനെയുണ്ടാ സരിതയെ പൊക്കി പറഞ്ഞത്? മറ്റേ സിനിമയില് ജനാർദ്ദനൻ ചോദിക്കില്ല എങ്ങനെയുണ്ട്, മറ്റേ കോടതിയില് ക്ലോക്ക് കാണിച്ചിട്ട് സമയ സൂത്രത്തിൽ നോക്കിയിട്ടില്ല. അത് അല്ല, അന്ന് അമാവാസിയായിരുന്നു പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് സിദ്ദിഖിനോട് ചോദിക്കില്ല. അതുപോലെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടനോട് ചോദിക്കുക സൂത്രത്തില് എങ്ങനെയുണ്ട് അജു സരിതേനെ പൊക്കി പറഞ്ഞത്. വല്ല മല്ലം പണി ഉണ്ടെങ്കിൽ അജു ചെയ്തോളും, അല്ലാതെ മതിൽ നനയ്ക്കാനൊന്നും അജുവിനോട് പറയരുത് സരിതേ. അടുത്തത് ആയാൻ. ഹലോ അജു ഏട്ടൻ, സരിതേച്ചി, ജഗ്ഗു, നമസ്കാരം. എന്തിനാണ് സരിതേച്ചി ആ പാവത്തിനെ കളിയാക്കുന്നേ? അജു ഏട്ടൻ പാമ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൈയിട്ടതാ. ബൈ. വെള്ളത്തില് ചേട്ടന്റെ ഫോൺ ബില്ല്. ഉമാമോഹൻ, നോമ്പ് ഞങ്ങൾക്കല്ലാട്ടോ, ഇവിടെ എല്ലാവർക്കും നോമ്പല്ലേ, ജോലിയെല്ലാം വൈകിട്ടാണ്, അപ്പൊ പിന്നെ പകലുറക്കം രാത്രി ജോലി, അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. അതന്നെ കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷഫീഖ് ഷാഫു, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പഴയ കാലത്തെ പ്രിയദർശൻ, സിദ്ദിഖ്ലാൽ എന്നിവരുടെ സിനിമകൾ കാണുന്ന ഒരു ഫീലാണ്. എല്ലാം മറന്ന് കണ്ട് ചിരിച്ചു പോകും. ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളാണ്. വളരെ ചുരുക്കം കമന്റുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഈ കമന്റ് വായിക്കും എന്ന് വിദേശത്തു നിന്നും പ്രതീക്ഷയോടെ. വളരെ വളരെ സന്തോഷം. അവരെ സിനിമയോടൊക്കെ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലേ, അങ്ങനെ കേൾക്കുന്ന തന്നെ പുണ്യം. അതെ. സാം കുര്യൻ, അജു സരിത ഒന്ന് എടുത്തിരുന്നെങ്കിൽ സരിതയ്ക്ക് മാങ്ങ പറിക്കാമായിരുന്നു, ഞങ്ങൾക്ക് ആ സീനും ഒന്ന് കാണാൻ സാധിച്ചേനെ. ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് മാങ്ങ പൊട്ടിക്കാൻ ചാടില്ലേ, ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? എന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രമൊക്കെ ഞാൻ ചേട്ടനായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത് കേട്ടാ. മെഴ്സി ജേക്കബ്, അത്ര മോശം തലയാണെങ്കിൽ ഇത്ര മൂച്ചുള്ള സരിതേനെ കൊണ്ട് നടക്കാൻ പറ്റുമോ? മിനി അരുൺ, ആ ചെണ്ടയെ ഇനി ഈ മെഴ്സി ജേക്കബ് ഫിസിക്സ് ടീച്ചറാണെന്ന് പറഞ്ഞ മെഴ്സിനെ ഞങ്ങൾ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നേ? ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫിലാ, തൃശ്ശൂർ. മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത്. അവിടെ ഞങ്ങൾ 8, 9, 10 ഫിസിക്സ് എടുത്തേണ്ടത് മെഴ്സി ടീച്ചറായിരുന്നു. ആ ടീച്ചറാണ് ഇനി അടിപൊളി ടീച്ചറായിരുന്നു. കാരണം ട്യൂഷനും ഇല്ല, ഒരു സാധനവും ഇല്ലാണ്ട് 10ാം ക്ലാസ്സിൽ 47 മാർക്ക് ഞാൻ ഫിസിക്സിൽ വാങ്ങിച്ചു. ടീച്ചർ 50ൽ 47 മാർക്ക്. കാരണം ടീച്ചർ പഠിപ്പിക്കണത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ടീച്ചർ പിന്നെ ടെക്സ്റ്റ് വായിക്കും, അത്ര ഞാൻ ചെയ്യുള്ളൂ. നോട്ട്സ് എന്ന് പറയുന്ന സാധനം ഞാൻ കൈയോട് തൊടാറില്ല. നോട്ട് ബുക്ക് വെറുതെ എഴുതിയെടുക്കും നോട്ട്സ്, അല്ലാണ്ട് നോട്ട്സ് വായിക്കാറുമില്ല, പഠിക്കാറുമില്ല. ടെക്സ്റ്റ് നന്നായി അരിച്ച് പറക്കി ടെക്സ്റ്റ് മുഴുവൻ കുറേ വട്ടം വായിക്കും. ടീച്ചർമാർ പറയണത് ശ്രദ്ധിച്ചിരിക്കും. കാരണം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ രക്ഷയില്ല. പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. എന്തെങ്കിലും സംശയമാണെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ എണീറ്റ് നിന്ന് ടീച്ചറോട് ചോദിക്കാനും വേറെ വല്ലവരോട് ചോദിക്കാനൊക്കെ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്നത്തെ ഞാനേ അല്ല 10ാം ക്ലാസ് വരയ്ക്കുള്ള ഞാൻ ഭയങ്കര പേടിത്തൂറിയായിരുന്നു. ടീച്ചറൊക്കെ പേരൊക്കെ വിളിക്കുമ്പോഴേക്കും വിറയ്ക്കും കിടന്നിട്ട് സൗണ്ട് പുറത്തേക്ക് വരില്ല. അങ്ങനെയായിരുന്നു അന്ന്. അപ്പോൾ സംശയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാരോട് എണീറ്റ് ചോദിക്കാനൊന്നും ഒക്കെ പേടിയാണ്. പിന്നെ വീട്ടിലും പറഞ്ഞു തരാൻ ആരുമില്ല, ട്യൂഷനും ഇല്ല, വേറെ ഗൈഡുകളോ പഠന സഹായികളോ ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നുമില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വാങ്ങിച്ചു തരുമായിരിക്കും എത്ര ബുദ്ധിമുട്ടിയാലും. പക്ഷെ അച്ഛൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ പറയാൻ തോന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒരേ ഒരു വഴിയുള്ളൂ, നന്നായിട്ട് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ ടീച്ചർ കൊടുത്ത സാരീനെ കുറിച്ചിട്ട് കുട്ടിയോട് പറയും, ഞാൻ കണ്ടിട്ടുണ്ടാവില്ലേ സാരി, അത്ര സമയം ടീച്ചർ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ സാരി ഏത് കളറാണെന്ന് പോലും എനിക്കറിയില്ല. കുട്ടിയോട് പറഞ്ഞേക്കുമ്പോൾ ഞാൻ പിന്നെ സ്റ്റാഫ് റൂമിൻ്റെ അവിടെ വരെ നടന്നു പോയിട്ട് ജനലേ കൂടെ നോക്കിയിട്ട് സാരി അതൊന്ന് കണ്ടിട്ട് പോരും. അങ്ങനെയായിരുന്നു, അത്രയും ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് മെഴ്സി ടീച്ചർ നന്നായിട്ട് മാത്സ് എടുക്കും. അതുപോലെ ആലീസ് ടീച്ചറായിരുന്നു കെമിസ്ട്രി എടുത്ത് തുടങ്ങുന്ന ടീച്ചർ ടീച്ചർ നന്നായിട്ട് പറഞ്ഞു തരും. അടുത്തത് മിനി അരുൺ, ആ ചെണ്ടയെ ഇനി അജു ചെയ്യാനൊന്നുമില്ല. അയ്യോ ചെണ്ടാന്ന് ഇരിക്കണം, അതറിയാണ്ട് ഇതായത് 2 പ്രാവശ്യം പറിച്ച ലൊക്കേഷൻ മാറ്റി, പിന്നെ തീ വെച്ച് നശിപ്പിച്ചു. ഇതിൽ പരം എന്ത് ദ്രോഹമാണ് അതിനോട് ചെയ്യാനുള്ളത്? പറഞ്ഞ പോലെ അത് മറിഞ്ഞു വീണ് സ്വയം മരിക്കാൻ നോക്കിയതാവുള്ളൂ. ഇഞ്ചിഞ്ചായിട്ട് മരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഗൾഫ് കോൺ, അജയേട്ടന് ആവശ്യത്തിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും അജയേട്ടൻ്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ സരിതയുടെ അഭിപ്രായങ്ങൾ ചോദിച്ചത് മാനിച്ച് മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്നാണ്
നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ. വഴി അടച്ചുള്ള പുതിയ മോടി പിടിപ്പിക്കലിൽ മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നു, അത് കണ്ടില്ലെന്ന് തോന്നുന്നു. അടച്ച വഴിയുടെ ഭാഗത്ത് ടൈൽസ് മാറ്റിയിട്ട് അവിടവും പുല്ല് വെച്ച് പിടിപ്പിക്കണം, എന്നാലേ അതിനൊരു പൂർണ്ണത വരും. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തോ ഒരു അപാകത പോലെ. ആദ്യം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഈ ഇതിനിങ്ങനെ കൊണ്ട് മുട്ടിച്ചിട്ട് ഇവിടെ ഈ എൽ ഷേപ്പിലായിരിക്കും ഇവിടെ പുല്ല് വരാം, പിന്നെ അവിടെ ഒരു കള്ളി, അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ സജീവൻ പറഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇവിടെ അടച്ചു കെട്ടാനും പറ്റില്ല, അവിടുന്ന് വെള്ളം ഇങ്ങനെയുണ്ട് ഒഴുകി വെള്ളം പോകണമല്ലോ. വെള്ളം പോകണമെങ്കിൽ അവിടെ ഒരു പഴുത് വേണം. ഇവിടെ ഭൂമിയുടെ ചെരിവ് അങ്ങനെയാണ്, കെടുപ്പ് അങ്ങനെയാണ്. വടക്കാണിത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണല്ലോ ഭൂമി താഴ്ന്നു കിടക്കേണ്ടത്. കിഴക്കും തെക്കും പൊന്തി കിടക്കണം, അങ്ങനെയാണ് ഭൂമി വേണ്ടത് ശരിക്കും. അപ്പോൾ വടക്കോട്ടും പടിഞ്ഞാട്ടാണ് ഇവിടെ വെള്ളം ഒഴുകുക. അപ്പം ഇങ്ങടാണ് വെള്ളം പോകാനായിട്ട് ആ പഴുത് വേണം. അപ്പോൾ ഇവിടെ അടയ്ക്കാൻ പറ്റില്ല, അതാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ പോട്ടെ. അപ്പോൾ കഴിഞ്ഞു. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. കുറേയൊക്കെ അജുവേട്ടന് ആ പഴമയുടെ മനസ്സായതുകൊണ്ട് ഇനി സരിത എന്ത് തലകുത്തി നിന്ന് ശ്രമിച്ചാലും അജുവേട്ടന് തോന്നുന്നതൊക്കെ ചെയ്ത് കുളമാക്കിയിട്ടേ സരിത പറയുന്നത് കേൾക്കൂ. ബനാന ടോക്കിലുള്ള പോലെ സരിത ഇനി എത്ര കൂടുതലിട്ടാലും അജുവേട്ടൻ്റെ ചില ശീലങ്ങൾ നേരെയാവും പോകുന്നില്ല. അല്ലേ അജുവേട്ടാ? സൗമ്യ പ്രവീൺ കടവത്ത്. കമന്റ് വായന എന്ന സെഗ്മെന്റ് ഉള്ള ഒരേ ഒരു ചാനൽ അജൂസ് വേൾഡ് മാത്രമാണ്. നിങ്ങൾ കമന്റ് വായിക്കും എന്ന് പ്രതീക്ഷിച്ച് ഞാനും ഇരിക്കും. ഒരു ദിവസം പോലും നിങ്ങളുടെ വീഡിയോ മിസ് ചെയ്യാറില്ല. നിങ്ങൾ വെറുതെ പറമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും ഞങ്ങൾ എല്ലാ വീഡിയോയും നിങ്ങളുടെ കാണും. പിന്നെ ഇന്ന് അനിലേട്ടനും ജഗ്ഗുവിൻ്റെയും നമസ്കാരവും കാണാൻ പറ്റി. എല്ലാവരും കൂടിയുള്ള വീഡിയോസ് ഉടൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ഇഷ്ടത്തോടെ. തീർച്ചയായിട്ടും കഴിഞ്ഞു അല്ലേ? എടുത്ത ചോടത്തോളം കഴിഞ്ഞു. ഇനിയുണ്ട് നല്ല നല്ല കമന്റ്സ് ഇഷ്ടം പോലെ. നമ്മുടെ ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു. പിന്നെ കുറേ പേരുണ്ട്, അവസാനിപ്പിച്ചതാണ്. ആദർശ പണിക്കരിന്ന് വായിച്ചിട്ട് കുറേ പേരുണ്ട് കമന്റുകൾ. അത്രയ്ക്കധികം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, കമന്റുകൾ ഇങ്ങനെയുണ്ട്. ഓരോന്ന് കാണണം, അല്ല എന്താ പറയാ, ഈ വലിപ്പൊക്കെ ഓരോ കമന്റുകൾ വരുന്നതേ. എല്ലാവരും എന്ത് രസമായിട്ട് എഴുതണേന്നാ. എന്തായാലും നമ്മുടെ വീഡിയോസുകാരൻ കുറെ പേരെ ഭാവന കൊണ്ടുവരുന്നു തുടങ്ങി. അപ്പം നിർത്താം അല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.